എൻ്റെ പേര് സുവിശേഷകൻ ഗോപാലകൃഷ്ണൻ എന്നാണ്. ആലപ്പുഴയിലാണ് എൻ്റെ സ്വന്തം സ്ഥലം. ഈ മിനിസ്ട്രി ചെയ്യാൻ കാരണം ഞാൻ തെരുവിലായിരുന്നു. തെരുവിൽ പട്ടിയുടെ കൂടെ കിടക്കുന്ന അവസ്ഥയിൽ അപ്പോഴാ ശുശ്രൂഷിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം, എല്ലാ കണ്ണുകളോടെ ആയിട്ട്. കർത്താവേ, പിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരികയാണ്. ഞാനോ ഉയർത്തപ്പെട്ടാൽ സകലരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്നൊരു വചനം ഞങ്ങൾക്കുണ്ട് കർത്താവേ. ഞങ്ങളത് ഏറ്റെടുക്കുന്നു. അപ്പോൾ അങ്ങയുടെ നാമം മാത്രം മഹത്വമെടുക്കണം. അതിനെതിരെ വാദിക്കുന്ന എല്ലാ സ്പിരിറ്റിനെയും നസ്രാനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സഭയായി ഒരുമിച്ച് ശാസിച്ച് ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തിരുമേനി, ഒരു ജഡവും പൂഴാനിടയാകല്ലേ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഗൈഡ് ചെയ്യണം. പ്രാർത്ഥന കേട്ടിരിക്കിയാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ, നീ വന്നെന്നിൽ എന്നുമതി വസിക്ക വന്ന ഉന്നത എന്നും തങ്കച്ചിറകടി കേട്ടിട്ടും തള്ളി സങ്കേതം ഞാൻ വേറു തന്യർക്കെന്നോർത്തിത സങ്കടപ്പെട്ടിടുന്നു. തള്ളി സങ്കേതം ഞാൻ കൊടു തന്യർക്കെന്നോർത്തിത സങ്കടപ്പെട്ടിടുന്നു. കർത്തനെ എത്രയനുഗ്രഹങ്ങളയ്യോ നഷ്ടമാക്കി വിധം ഇന്നും കഷ്ടത തന്നിൽ വലയുന്നു ഞാനിതാ തട്ടിയുണർത്തണമേ. ഇന്നും കഷ്ടത തന്നിൽ വലയുന്നു ഞാനിതാ തട്ടിയുണർത്തണമേ. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പേര് ദേവദാസനോട് അനൗൺസ് ചെയ്തല്ലോ, ഗോപാലകൃഷ്ണൻ ആണ്. അറ്റത്തൊരു വാലുണ്ടായിരുന്ന ആയിരെന്ന് പറഞ്ഞ് അതൊക്കെ കർത്താവ് മുറിച്ച് അങ്ങ് കളഞ്ഞു. ഇപ്പം ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണ്. ആമേൻ. പൂർണ്ണനായിട്ടില്ല. എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്നിലുള്ളത് മറന്ന് മുൻപിലുള്ള പരമവിളിയുടെ ലാക്കിലേക്ക് ആമേൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വായിക്കാം. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഹല്ലേലൂയ. എബ്രായർ 12:1 മുതൽ. ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. മതി പ്രിയരേ, ഈ ഒരൊറ്റ ഓട്ടമാണ് ഞാൻ ഓടുന്നത്. അപമാനമുണ്ട്, നിന്ദയുണ്ട്, കളിയാക്കലുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പക്ഷേ മുൻപിലുള്ളൊരു സന്തോഷം. ഹല്ലേലൂയ. അതാണ് നമ്മുടെ എല്ലാവരുടെയും എയിം. അതായിരിക്കണം. ഭൂമിയിൽ ഒരൊറ്റ കാര്യത്തിന് ചർച്ചിലേക്ക് വരേണ്ട ആവശ്യമില്ല. 10 കുഷ്ഠരോഗി വന്ന് 10 പേർക്കും അവൻ വിടുതൽ കൊടുത്തവനാ. പക്ഷെ നന്ദിയുള്ള ഒരുത്തനെ ഉള്ളായിരുന്നു. ആമേൻ. ആ നന്ദിയുള്ളവനെ പോടോടാൻ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കട്ടെ. ഞാൻ
സാക്ഷ്യത്തിന് കുറിവാക്യമായി വായിക്കുന്ന ഒരു വേദഭാഗം. ചിലത് ഞാൻ പറഞ്ഞു പോകും, അല്ലാത്ത വായിക്കാൻ പറയുമ്പോൾ ഉടനെ ആരെടുത്താലും ഒന്ന് വായിച്ചോണം. 1 തിമോത്തി 1-ാം അധ്യായം അതിൻ്റെ 15ഉം 16ഉം വാക്യങ്ങളാണ്. ക്രിസ്തുയേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. എന്നിട്ടും യേശു ക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിക്കാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായ എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് അവൻ്റെ കരുണ ലഭിച്ചു. ആമേൻ. കരുണ ലഭിച്ചതെന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ കരുണ ലഭിച്ചത്? ഈ പാളയത്തിന് പുറത്ത് തെരുവോരങ്ങളിൽ തെരുക്കോണുകളിൽ അനേകർ കിടക്കുക മക്കളെ. അവരെ നേടി ചർച്ചിലേക്ക് കൊണ്ടുവരുവാൻ സ്വർഗത്തിൻ്റെ ഡെമോയാക്കി നമ്മളെ ഓരോരുത്തരെയും വെച്ചിരിക്കുക. ആമേൻ. വേറെ ഒന്നിനുമല്ല നമ്മളെ വിളിച്ച് ഈ എറണാകുളം പട്ടണത്തിൻ്റെ നെറുകയിൽ ഇത്ര മനോഹരമായൊരു ചർച്ച് നൽകി. ആമേൻ. നമ്മളെ സ്വർഗം കൂട്ടി വരുത്തിയിരിക്കുന്നത് അവൻ്റെ സ്പിരിച്വൽ ടെററിസ്റ്റുകളായിട്ട് നരകത്തെ കൊള്ളയടിച്ച് സ്വർഗത്തിലേക്ക് എത്തിക്കാൻ സ്വർഗം നമ്മളെ ആക്കി വെച്ചിരിക്കുക. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. വേറെ ഒന്നിനുമല്ല. ക്രിസ്തുയേശു എന്ത് പർപ്പസിനാണ് ഭൂമിയിൽ വന്നത്? പാപികളെ രക്ഷിക്കാൻ. മദ്യപിച്ച് തെരുവിൽ കിടക്കുന്നവനല്ല ഭാവി. വൈറ്റ് കോളറായി ഒരു മോക്കിപ്പൊടി പോലും വലിക്കാത്ത, ആമേൻ, ഈ രക്ഷ എന്തെന്നറിയാത്ത, ആമേൻ, എല്ലാവരും അർത്ഥപ്രാണനായി തെരുവിൽ കിടക്കുന്നവരാ. അവരെ രക്ഷിക്കാനുള്ള വലിയൊരു ദൗത്യം സ്വർഗം നമുക്ക് ഏൽപ്പിച്ചിരിക്കുക. അപ്പം എനിക്കറിഞ്ഞുകൂടാ, ഞായറാഴ്ച മാത്രമൊന്നുമല്ല ക്രിസ്ത്യാനി. റോമർ 8:9 പറയുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവൻ അല്ലെന്നാ പറയുന്നത്, അല്ലേ? ഒന്ന് വായിച്ചവനെ. ആ ആ ആ അപ്പൊ ക്രിസ്തുവിൻ്റെ ആത്മാവുണ്ടെങ്കിൽ ഈ ലോകം നമ്മളിൽ ഇല്ല. നമ്മൾ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല പ്രാപിച്ചത്. പ്രാപിച്ചവരോടാ അത് കേട്ടോ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടാലൊന്നും മേപ്പോട്ട് പോകാനൊക്കത്തില്ല. അങ്ങോട്ട് പോകണേ വില കൊടുത്തേ ഒക്കത്തുള്ളൂ. ആമേൻ. അവൻ നമുക്ക് വേണ്ടി പ്രാണനെ വെച്ച് തന്നതുകൊണ്ടാ ഈ കഞ്ചാവ് ഗോപാലകൃഷ്ണൻ ഇന്ന് ഇത്രയും VIP-കളുടെ ഇടയിൽ ഒരു സെയിന്റായി നിൽക്കാൻ കാരണം. ഹല്ലേലൂയ. പെന്തക്കോസ്ത് പള്ളിയിൽ പോയത് കൊണ്ടോ ഡ്രസ് കോഡിലോ ഒന്നുമല്ല ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. പൗലോസ് പറയുന്നു 2 കൊരിന്ത്യർ 5:14 ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ, ഇത് കേൾക്കുന്നില്ലേ? പിന്മാറ്റത്തില്ല കേട്ടോ. ഞായറാഴ്ച ഇവിടെ വന്ന് കൊട്ടിപ്പാടി നല്ല പാട്ടൊക്കെ പാടി സുഖിപ്പിച്ചിട്ടൊന്നും പോയാൽ സ്വർഗത്തിലേക്കൊന്നും പോകാനൊക്കത്തില്ല. 24 hours ജോലി വിടരുത്. ജോലിയുള്ളവർ ജോലി ചെയ്തോണം. എൻ്റെ കൂടെ ഇതിൻ്റെ തുടക്കക്കാരനായ ബഹുമാനായ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ വർഗീസ് ബ്രദർ വന്നിട്ടുണ്ട്. അദ്ദേഹം പ്രസംഗിക്കത്തില്ല, അങ്ങനെ വലിയ പ്രാർത്ഥന. പക്ഷേ ഈ മിനിസ്ട്രിയുടെ തുടക്കക്കാരൻ അദ്ദേഹം. ആമേൻ. ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ പറയാൻ കാര്യങ്ങൾ. ഹല്ലേലൂയ. പ്രിയരേ, നമുക്കെല്ലാവർക്കും വെവ്വേറെ വരമുണ്ട്. ഇതെല്ലാം കൂടെ ഒരു പാപിയെ രക്ഷിക്കാനുള്ളതാണ്. നമ്മുടെ കോളിംഗ് തിരിച്ചറിഞ്ഞുകൊണ്ട് ജോലിയുള്ളവർ ജോലിയിൽ തന്നെ ഇരിക്കണം. ഞങ്ങളുടെ ടീമിൽ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ബിസിനസ്സുകാർ, നമ്മുടെ പുറകിൽ നിങ്ങൾക്ക് പരിചയമുള്ള ജേക്കബ് അച്ചായൻ വാസ്റ്റർ വിളിക്കുന്ന സഹോദരൻ ജേക്കബ് ബ്രദർ, ഇവിടെ പുതുജീവൻ ഡി അഡിക്ഷൻ സെൻറ്റർ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഞാൻ അരുൺ പാസ്റ്ററെ പരിചയപ്പെടുന്നത്. തെരുവിൽ കിടക്കുന്ന, എല്ലാവരും തഴയപ്പെട്ട, ആർക്കും വേണ്ടാതെ കിടക്കുന്ന ചിലയിടത്തേക്ക് നിങ്ങളൊന്ന് ഏർലി മോർണിംഗ് ചെല്ലണം. മദ്യപാനിയാണ് ഞങ്ങളുടെ മിനിസ്ട്രി, അത് എക്സ്പീരിയൻസ് കാരണം പറയുക. അവൻ ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ ചെന്നാൽ അവൻ്റെ കണ്ണിൽ നിന്നും കുടുകുടാന്ന് കണ്ണുനീർ വരും. അവൻ്റെ ഉള്ളിലും ജീവൻ കൊടുത്തത് യേശുവാ. ഹല്ലേലൂയ. ആ ക്ലാവ് തുടച്ചെടുത്ത് മാറ്റി നമ്മുടെ സാക്ഷ്യം പറയുമ്പോൾ അതെവിടെയുമാകട്ടെ,
ഞങ്ങൾ അനുഭവിക്കുന്നവരോ ഓരോ ഇപ്പോഴും വന്നിരിക്കുന്ന പോവുക ഇവിടുന്ന് ചിന്നക്കനാലിൽ. ഇനി എപ്പോൾ ചെല്ലും നിങ്ങൾക്ക് അറിയാമല്ലോ. 235 കിലോമീറ്റർ ഉണ്ട് ഇവിടെ. ഇത്രയും ഓടി അവിടെ പോയി മിനിസ്റ്റർ ചെയ്യാൻ സഹോദരൻ ഞങ്ങളെ കൊണ്ടുപോവുക. പ്രിയരേ, എൻ്റെ 15ാമത്തെ വയസ്സിൽ ഒരു ഗ്ലാസ് കള്ളിൽ നിന്നും തുടങ്ങിയതാണ് എൻ്റെ മദ്യപാനം. എൻ്റെ അമ്മ 4 പ്രസവിച്ചു. 4 കുഞ്ഞുങ്ങളും മരിച്ചാ വെളി വരുന്നേ. ജീവനില്ല, എല്ലാ അവയവങ്ങളും ഉണ്ട്, പക്ഷേ ജീവൻ കൊടുക്കുന്നവൻ ജീവൻ കൊടുത്തില്ല. എന്തെന്നാൽ 5ാമത്തവന് ദൈവത്തിന് വേണം. ഞങ്ങൾക്ക് സ്വർണ്ണ കച്ചവടമായിരുന്നു ആലപ്പുഴ, എല്ലാം നശിച്ചു. അതുകൊണ്ട് എനിക്കിന്ന് പറയാം, സന്തോഷത്തോടെ പറയുന്നു, ഞാൻ കഷ്ടത്തിലായത് എനിക്ക് ഗുണമായി. ഈ ചട്ടങ്ങളൊന്നും ഞാൻ പഠിക്കത്തില്ല, ക്രിസ്തുവിനെ അറിയത്തില്ല. പ്രിയരെ, ഉപനിഷത്തുക്കളും രാമായണവും ഭഗവത്ഗീതയും അമേൻ മാത്രം കേട്ട് വളർന്ന ഞാൻ ഈ വിശുദ്ധ വചനത്തെ പറയുവാൻ യോഗ്യനായത് എൻ്റെതെല്ലാം തകർത്തത് കൊണ്ടാണ്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. കഷ്ടം തന്നതിനായി സ്തോത്രം. 1000 പൊന്മള്ളി നാണയത്തെക്കാൾ അവന്റെ വായിൽ നിന്ന് വരുന്ന വചനം എനിക്കേറെ ഉത്തമം. ഇന്നൊന്നുമില്ല. ഇവിടെ തന്നെ ഇപ്പം ജഗബ്രറുണ്ട്, റോബനുണ്ട്, ഇവരെ പോലെ ഓൾ ഓവർ ഇന്ത്യ മൾട്ടി മില്യനേഴ്സായ സഹോദരങ്ങളുണ്ട്. ഇന്നത്തെ ആത്മീയ കൂട്ടായ്മയിൽ ചിലർ, എല്ലാവരും പറയുന്നില്ല, ഫണ്ട് റേസ് ചെയ്താൽ 10 ദിവസത്തിന് ഒരു വീട് എനിക്ക് വെക്കാം. പക്ഷെ ഭിക്ഷയെടുക്കാനല്ല ഈ പുസ്തകം എന്നെ പഠിപ്പിച്ചത്. ആമേൻ. എബ്രായർ 13:5 പറയുന്നത് നിങ്ങൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടോളാണ്. ഞാൻ ഒരു നാളും നിങ്ങളെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തുമില്ല. ഹല്ലേലൂയ. ആർക്ക് ജഡത്തിൽ പുകഴാവുന്നതിനേക്കാൾ ഏറ്റവും അധികം പുഴാൻ കഴിവുള്ളവനായിരുന്നു എൻ്റെ ജ്യേഷ്ഠൻ പൗലോസ് അച്ചായൻ. പക്ഷെ അവൻ ക്രിസ്തുവിനെ നേടുവാൻ, ഒന്ന് വായിച്ചാട്ടെ, ഫിലിപ്പിയർ 3:9 മുതൽ. ഹല്ലേലൂയ. ഈ ലോകം വെറുക്കാതെ ദേവദാസനോട് പറഞ്ഞു, സ്വർഗത്തിന്റെ ഒരു ചെറിയ ടേസ്റ്റ്. നോ, എഫെസ്യർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നത് ഇപ്പോൾ തന്നെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. ആ ടേസ്റ്റ് ദിവസവും അനുഭവിക്കണം. കഷ്ടം തന്നതിനായി നന്ദി കർത്താവേ. പറയാൻ പറ്റുമോ? കഷ്ടം മാറിപ്പോവാനാണ് ഇന്ന് ഉപവസിക്കുന്നത്. അതിനെ ഓവർകം ചെയ്യാനാ കഷ്ടമേറ്റവന്റെ കൃപ നമ്മളിൽ പകർന്നത്. വായിച്ച ഫിലിപ്പിയർ 3:9. ഞാൻ ക്രിസ്തുവിനെ, ഇപ്പൊ ക്രിസ്തു നമ്മളെ നേടിയതുകൊണ്ട് അവിടെ ഇരിക്കുന്നത്. 2024 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി കൊലക്കളത്തിൽ 6 ഇഞ്ച് നീളമുള്ള 3 കാരിരുമ്പാണിയിൽ അവൻ ചതയ്ക്കപ്പെട്ട് പിച്ചി കീറി യഹോവയ്ക്ക് അവനെ തകർക്കാൻ ഇഷ്ടം തോന്നിയത് കൊണ്ടാ സഹോദരങ്ങളെ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഇനി നമ്മൾ ക്രിസ്തുവിനെ നേടണം. കണ്ടോ, ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ച ഭീകരൻ പറയുകയാണ്, എനിക്കിനിയൊന്ന് ക്രിസ്തുവിനെ നേടണം. അതിനായി കൂട്ടായ്മ, ഞാൻ ഇവിടുത്തെ വിഷൻ അവിടെയൊക്കെ എഴുതി വെച്ചു. വളരെ വളരെ മനോഹരമായ ഭാഷ അറിയാമെങ്കിലും ആ വിഷൻ അനുസരിച്ച് ഓടണം. ഒരു പാട്ട് പാടാറില്ലേ, പളയത്തിനപ്പുറത്തു കഷ്ടമേൽക്കുക നാം പാടുപെട്ട യേശുവിൻ്റെ നിന്ന ചുമക്കാം, നിൽക്കും നഗരമില്ലീവിടെ പോർക്കളത്തിൽ അത്രേ നാം നിൽക്ക വേണ്ട, യാത്ര തുടരാം. പറ്റുമോ? ഞായറാഴ്ച കഴിഞ്ഞാൽ അടച്ച് വാതിലും അടച്ച് അവരവൻ്റെ കാര്യം നോക്കിയിരുന്ന മോനെ മേപ്പോട്ട് നോക്കാൻ പോണവരെ കാണാം. ടീമിൽ 10-22 ഡോക്ടേഴ്സ് ഉണ്ട്, അറിയാവുന്നവർക്കറിയാം. CMF പിള്ളേരാ. ഓപ്പൺ എയർ നടത്തും അവര്. ആത്മാക്കളെ കൊണ്ട് ഇഡിയഡിക്ഷൻ സെന്റർ. അവൻ ഷെഫാണ്, സൂസ് ഷെഫാണ്. 2-2.5 ലക്ഷം രൂപ ശമ്പളം കിട്ടും. ഭാര്യ ടീച്ചറാ. 4 വർഷം ഭാര്യ കൂടെ ഇല്ലായിരുന്നു. അമ്മ ഡെപ്യൂട്ടി തഹസിൽദാരാ. തല്ലിക്കൊല്ലാൻ കസേരയുമായി നിൽക്കുമ്പോഴാ കൃപയാൽ കഴുതകളെ പോലെ ദൈവം ഞങ്ങളെ വിട്ടത്. 2010 മുതൽ ആമേൻ സ്തോത്രം, തെരുവിൽ കിടക്കുന്ന ആരുമായിട്ട് എക്സോർവൈ, പൈസ അല്ല മെയിൻ, ആഗ്രഹമുള്ളവൻ. ഹല്ലേലൂയ. ചുങ്കൽക്കാരിൽ പ്രധാനിയായവൻ കട്ടാത്തിയിൽ ഇരുന്നപ്പോൾ
അവന്റെ പർട്ടിക്കുലർ മരച്ചോട്ടിൽ ചെന്ന് നിന്നതുപോലെ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടകത്തിൽ കയറാൻ പറഞ്ഞ് ഒരു സെന്റർ ചെയ്യാൻ കാരണം ജനിച്ചപ്പോഴേ ക്രിസ്തു മതത്തിൽ ജനിച്ചവൻ. ക്രിസ്ത്യാനിയായത് 2010 കരങ്ങൾ ഉയർത്തുന്ന ദൈവത്തെ സ്തുതിച്ചാട്ട്. 4 വർഷം ഭാര്യ ഉപേക്ഷിച്ചു പോയി. എന്നാൽ തന്നെത്താനെ തിരിച്ചു വന്നു. കാര്യം ഒരുവൻ ക്രിസ്തുവിലായാൽ പഴയത് പോയി. അതാ ഇവിടെ പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും. വായിച്ചോ. ആ ആ ആ ഒന്ന് അവനിലിരിക്കണം 24 hours. പാസ്റ്ററിനെ ഞാൻ ഒന്ന് തിരുത്തുകയാണ്. പാസ്റ്റർ പറഞ്ഞ വാക്യങ്ങളെ വല്ലപ്പോഴും ടേസ്റ്റ് ചെയ്താൽ പോരാ, എപ്പോഴും. ആമേൻ. ഇത്ര മധുരമവൻ നാമമേ ഓർത്തുവ. ആർത്തി 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 ഉണ്ടോ? ഇല്ല, പിന്മാറ്റത്തില്ല കേട്ടോ. ഓരോന്നിനും ഒരു ലവറും ലവനും തമ്മിലുള്ള ഒരു കാമുകനും കാമുകിയും പോലുള്ള ഒരു റിലേഷൻഷിപ്പ്, ഓരോ സെക്കൻഡിലും അവനുള്ള ഫെലോഷിപ്പ് നമുക്കില്ലിൽ ടോട്ടലി പിന്മാറ്റമാണ്. മനസ്സിലാക്കിയ കരങ്ങൾ ഉയർത്തിയ ദൈവത്തെ ആസ്വദിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രിയരേ, അവനിൽ ഇരിക്കേണ്ടതിനും വായിച്ചേ, ഓരോ ദിവസവും നിങ്ങൾ ജഡപ്രകാരം ജീവിച്ചാൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവർത്തികളെ ഓരോ സെക്കൻഡിലും മരിപ്പിച്ചാൽ, റോമർക്ക് ലേഖനം 8-ാം അധ്യായം 12-13 വാക്യങ്ങളായി പറയുന്നത്, നിങ്ങൾ ജീവിക്കും. ഇച്ചിരി നേരത്തേക്ക് ലോകത്തിലേക്ക് കണക്ക് പോയാലും അപ്പൻ അവന്റെ കൃപ കൊണ്ട് താങ്ങുന്നതാ മോനെ. ഈ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ദ്രവ്യാസക്തിയാണ് ഏറ്റവും വലിയ ആസക്തി. അതാ തിമോത്തിയോട് പറഞ്ഞത്, മോനെ തിമോത്തി, ഇത് ചിലർ കാക്ഷിച്ചിട്ട് ദൂതാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനുവേണ്ടി ഇതിനകത്താരും വരല്ലേ. ആമേൻ. പണം തരുന്നൊരു മിനിസ്ട്രി അല്ല ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്, സ്വർഗം തരുന്നൊരു മിനിസ്ട്രിയാണ്. ഹല്ലേലൂയ. ഇത് സകലത്തിനും ദോഷമാണ്. ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടകലുന്നു എന്നാണ് പറയുന്നത്. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ ആണെങ്കിൽ, വീണ്ടെടുക്കപ്പെട്ടവരാണെങ്കിൽ, രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ, സ്നാനപ്പെട്ടവരാണെങ്കിൽ, ഇത് ഉപേക്ഷിച്ച് നീതി, ഭക്തി, വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതിക്കണം. ഫൈറ്റ് ചെയ്യാൻ നിൽക്കാൻ ഒക്കത്തില്ല. ഇന്നത്തെ ഉപദേശം പോലും മയമാണ്. ആമേൻ. ഹല്ലേലൂയ. വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ച് അവന്റെ നിമിത്തം ഞാൻ സകലതും ഉപേക്ഷിച്ച് ശവറെന്നെണ്ണ ഫിലിപ്പിയർ 3:9-14 വരെ വായിക്കുന്നു. പിടിച്ചിരിക്കുന്നു എന്നല്ല. ആരാ റുമാലിട്ടപ്പം ഫോട്ടോയൊന്നും എടുത്തില്ല. റുമാലിട്ട് സൗഖ്യമാണ്, ഇതൊന്നും ചോദിച്ചില്ല. സർവമഹത്വവും പുകഴ്ചയും മാനവും ദൈവത്തിനോട് ഓടിയ അപ്പോസ്തലൻ പറഞ്ഞു, എനിക്കും അത് ഇവനാ ക്രിസ്ത്യാനി. ആമേ. ഒരു ഗ്ലാസ് കള്ള് എൻ്റെ കുടുംബക്ഷേത്രത്തിലെ അന്ന്, ഇപ്പോഴല്ല, ഇപ്പം എൻ്റെ ക്ഷേത്രം അകത്താ, എൻ്റെ ചർച്ച അകത്താ, എൻ്റെ മന്ദിരം അകത്താ, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. അതാ ഇമ്മാനുവൽ. ആമേൻ. കൂടെ നടക്കുവാൻ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഒരു വണ്ടിയുണ്ട്, അത് അപ്പുറം ബ്രിഡ്ജിന് താഴെയാണ്. അരൂർ ബ്ലോക്കിൽ കിടന്നപ്പോൾ 2-3 ബൈക്കുകാർ ഓടി വന്നിട്ട് ഒരു നോട്ടീസ് തരാമെന്ന് ചോദിച്ചു. വണ്ടി പോകുമ്പം പരസ്യവും നടക്കും. അതുപോലൊരു വണ്ടിയാണ്. ഹല്ലേലൂയ. പ്രിയരെ, ഒരു മനുഷ്യനും രക്ഷിക്കാനില്ല. എൻ്റെ അമ്മയോടോ കുടുംബക്കാരോടോ ഒരു ആൻറ്റിമാരും ഇല്ലായിരുന്നു. സഹോദരിമാരെ, നിങ്ങൾക്കെല്ലാം മിനിസ്ട്രി ഉണ്ട്. നിങ്ങളായിരിക്കും ജോലി സ്ഥലത്ത്, ഹൗസ് വൈഫാണോ അവിടെ, സ്റ്റുഡൻസ് ആണോ നിങ്ങളുടെ സ്കൂളിൽ, കോളേജിൽ, ബാങ്ക് ഓഫീസേഴ്സോ ഡോക്ടേഴ്സോ എക്സോർവോ ആരുമാകട്ടെ, അവിടെ വേലയുണ്ട്. നീ 6 മാസം കഴിഞ്ഞിട്ടാന്നൊന്നും പറയല്ലേ. തലപൊക്കിയൊന്ന് നോക്ക്. ഇപ്പോൾ തന്നെ കൊയ്ത്തിനായി നിലങ്ങൾ വിളഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. അതേ പ്രിയരെ, 5ാമത്തെ കുഞ്ഞ് ജീവിക്കണമെങ്കിൽ 15ാമത്തെ വയസ്സിൽ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ഒരൊറ്റ തൂക്കം, ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവർക്കറിയാം, ഭദ്രകാളിയുടെ സഹോദരിയുടെ അറിയാമല്ലോ അല്ലേ, ഓർണമെന്റ്സ്
കൊടൽമാല, അസ്ഥികൂടം, കയ്യിലൊരു വാള്, അവിടെ കൊണ്ട് അടിമ വെക്കണം എന്നെ. പിന്നെ എങ്ങനെ വടിവാളെടുക്കാതിരിക്കും ഞാൻ? പിന്നെ എങ്ങനെ കഞ്ചാവ് ഉപയോഗിക്കാതിരിക്കും? ആ വേദന അനുഭവിക്കാതിരിക്കാൻ പുറത്ത് ചൂണ്ട കുത്തി അവിടുന്ന് വരുന്ന രക്തം ഇവർക്ക് യാഗമായി കൊടുത്തെങ്കിൽ മാത്രമേ എൻ്റെ ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യത്തു. എന്നാൽ ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് 2024 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി കൊലക്കളത്തിൽ സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷത്തിനായി യെശയ്യാപ്രവചനം 53 അധ്യായത്തിന്റെ 10 വാക്യത്തിൽ യഹോവയ്ക്ക് അവനെ തകർക്കാൻ ഇഷ്ടം തോന്നിയത് കൊണ്ട് ഹല്ലേലൂയ ഞാനിവിടെ നിൽക്കുന്നു. ഇത് പറയാൻ ഒരു മനുഷ്യനുമില്ലായിരുന്നു. എൻ്റെ തമ്പുരാൻ എന്നെ അമ്മയുടെ ഉദരത്തിൽ എന്നെ ഇടുന്നതിന് മുൻപേ എൻ്റെ പേർ ചൊല്ലി അവൻ വിളിച്ചത് കൊണ്ടാ എൻ്റെ മക്കളെ ഞാനിവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ആ ഒരു ഗ്ലാസ് കള്ള്, യാക്കോബ് അപ്പോസ്തലന്റെ ലേഖനത്തിൽ പറയുന്നു, മോഹം ഗർഭം ധരിച്ച്. മദ്യപാനികളും മയക്കുമരുന്ന് വയ്ക്കുന്നവരും മാത്രമല്ല, ലോകത്തെ സ്നേഹിക്കുന്നവരെല്ലാം. ഇപ്പം ചില സഭകളിലൊക്കെ ഓർണമെന്റ്സ് ഊരിയ സഹോദരിമാരെ ഞാൻ കണ്ടിട്ടുള്ള കാര്യം പറയുക. വല്ലൊരു ഓർണമെന്റ്സ് ഇട്ടുണ്ടോ? ഇത് എത്ര പവനുണ്ട്? അവൾ ഊരിയിട്ടുണ്ടോ? വെറുതെ. ഡ്രസ് കോഡിലല്ല പ്രിയരെ, ഹൃദയ പരിച്ഛേദന. ഹൃദയത്തിനകത്ത് മാനസാന്തരം ഉണ്ടാകണം. അതാണ് ജനുവിൻ മാനസാന്തരം. ഹല്ലേലൂയ. അതാ പൗലോസ് 1 കൊരിന്ത്യർ 15 അധ്യായം 31 വാക്യത്തിൽ പറയുന്നത്, ഞാൻ ദിവസേന മരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മുടെ ജഡത്തെ മരിപ്പിച്ചുകൊണ്ട് ജീവിക്കേണ്ട ഒരു ലൈഫാണ് ക്രിസ്ത്യൻ ലൈഫ്. അതാ കൊച്ചുകുഞ്ഞുപദേശി ഒരു പാട്ടിൽ എഴുതിയില്ലേ? അതോ വർഗീസപ്പച്ചനാണോ എന്നത്? ഓരോ ദിവസവും ഞാൻ എൻ്റെ പ്രിയനെ നോക്കിക്കൊണ്ട്, ഓരോ ദിവസവും ഞാൻ എൻ്റെ പ്രിയനെ നോക്കിക്കൊണ്ട്, നേരായ പാതയിൽ സേവനം ചെയ്യുവാനേശുവേ ഞാൻ തേടുന്നേ. അതിനെന്ത് ചെയ്യണം? മായായിമ്പം വീടുന്നേൻ എൻ്റെ ലോക സുഖങ്ങളെല്ലാം നായകനാമെൻ്റെ മന്നനെ ഓർത്തു ഞാൻ. ലോകസ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാണ് പ്രിയരെ. അത് ശുശ്രൂഷിക്കുന്ന സഭകളുണ്ട്. ഞങ്ങളെല്ലാം ടൂർ ഇവാഞ്ചലിസ്റ്റ് ആണ്. ഇത് മാത്രം ചില സഭകളിൽ നിന്ന് ശുശ്രൂഷിച്ചിറങ്ങാൻ വിളിച്ചോറും ഇങ്ങനെ കട്ടിയായിട്ടൊന്നും പറയണം. പഴുപ്പ് ഞെക്കിക്കളയാതെ മുറിവ് കെട്ടിയാൽ കൈ മുറിച്ച് കളയേണ്ടി വരും പ്രിയരെ. അടുത്ത ആഴ്ച എനിക്ക് ഇവിടെ വരാനൊക്കുമെന്നോ അടുത്തൊരു പ്രാവശ്യം ഇവിടെ വരാനൊക്കുമെന്ന് അറിഞ്ഞൂടാ. അരുൺ പാസ്റ്ററാണ് ഇതിൻ്റെ സീനിയർ എൽഡർ ഈ ലോകത്തിൽ. പക്ഷേ മഹാപരിശുദ്ധനായ ദൈവത്തിൻ്റെ സഭയാണിത്. ഇത് മണവാട്ടി സഭയാണ്. എടുക്കപ്പെടുമ്പോൾ നമ്മളെല്ലാം ഒരുമിച്ച് പോകണം. ആമേൻ, ഹല്ലേലൂയ. ഈ ആത്മാവ് ലഭിച്ചവൻ അടങ്ങിയിരിക്കത്തില്ല. ആ കള്ളനെ നിത്യകുടിയനാക്കി മാറ്റി. 23-24 വയസ്സായപ്പോൾ സദൃശവാക്യം 23 അധ്യായത്തിന്റെ 29 വാക്യം മുതൽ 35 വാക്യം വരെ വായിക്കുമ്പോൾ നമുക്ക് കാണാം, ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് അനാവശ്യമായ മുറിവ്, ആർക്കാവലാതി. വീഞ്ഞു ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ കുടിക്കരുതെന്നല്ല. നമ്മുടെ കുഞ്ഞുങ്ങളുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് മാതാപിതാക്കളാണ്. അത് വീഞ്ഞിൻ്റെ കാര്യമാണെങ്കിൽ ഇന്ന് രാവിലെ എഴുന്നേച്ച ഉടനെ വെറ്റയിൽ ചുണ്ണാമ്പ് തേക്കുന്ന പോലെ ദൈവദാസന്മാരുൾപ്പെടെ ആമേൻ ഇല്ലേ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക. കുഞ്ഞ് വലുതാം കതിരെ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമൊന്നുമില്ല മക്കളെ. വീട്ടിലൊരു കൂട്ടായ്മ ഉണ്ടാകണം. ആമേൻ, ഹല്ലേലൂയ. ഇസഹാക്കിനെ നോക്കിക്കേ. അപ്പ കത്തിയുണ്ട്, കയറുണ്ട്, വിറകുണ്ട്. എന്തിയേ മൃഗം? എന്താ? വീട്ടിൽ കൂട്ടായ്മ ആചരിച്ച് വളർന്ന പയ്യനാ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
എല്ലാവരുടെയും സ്വോത്രവും സ്തുതിയൊക്കെ പോയെന്ന് തോന്നുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് മാതാപിതാ. ഞാൻ ആ ജേക്കബ് ബ്രദറിന്റെ വീട്ടിൽ പലവട്ടം ആഴ്ചകളോളം താമസിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മെമ്പറാണ്, പക്ഷെ അതിൻ്റെ ഇൻസൈഡ് എനിക്കറിയാം. അവരുടെ വീടിനകത്ത് രാവിലെ ഒരു 5:30 അദ്ദേഹം ഇരുത്തിക്കും. അദ്ദേഹത്തിന് ഇഷ്ടമല്ല, പക്ഷെ പറയാതിരിക്കാനൊക്കെ ദൈവാത്മാവ് അറിയിക്കുക. ആ കൊച്ചു മോള് ഇന്ന് അവൾ 8ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു. ആമേൻ. അവൾ ഉൾപ്പെടെ ബാക്കി എല്ലാ മക്കളെയും ഇന്ത്യയുടെ സുവിശേഷീകരണത്തിനായി, ഇന്ത്യയുടെ അപ്പോസ്റ്റലിനായി. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് മൂത്ത മോള് സിവിൽ സർവീസ് പരീക്ഷ ജയിച്ചിരിക്കുക. അവളെ ഒരു കസേര ഇരുത്തിയാൽ ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനായി അവൾ ജീവിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എവിടെ, എല്ലാവർക്കും ജോലി വേണം. അവൻ ബിസിനസ്സുകാരാണെങ്കിൽ ബിസിനസ് ചെയ്യണം. നിങ്ങൾ എവിടെ ഇരുന്നാലും സ്വർഗത്തിന് ബെനിഫിറ്റ് ഇല്ലെങ്കിൽ ആ കസേര അങ്ങ് ഉപേക്ഷിച്ചേക്കണം. ആമേൻ. നോക്കിക്കേ, ഇതിൻ്റെ എൽഡർ ബ്രദർ അരുൺ പാസ്റ്റർ, അദ്ദേഹം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ AVTയുടെ മാനേജരാണ്. ജോലിയോട് കൂടാ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ വർഗീസ്, ജേക്കബ്, അവരൊക്കെ ജോലിയോട് കൂടെയാണ്. തങ്ങൾക്കുള്ളത് ചെലവിട്ടുകൊണ്ടാണ്. ആമേ. ഗോവായി പോകാൻ വേണ്ടി മാത്രം 7.5 ലക്ഷം രൂപ മുടക്കി, അല്ലേ 7 ലക്ഷം രൂപ മുടക്കി ഒരു ഫോർഡ് ഐക്കൺ കാർ മേടിച്ചു. ഞാൻ റോബിനോട് പറയുമായിരുന്നു, തിരിച്ചു വരുന്നപ്പോൾ ശരീരം മുഴുവൻ, എനിക്കൊന്ന് പൊന്നാനി ആണെന്ന് തോന്നുന്നു, പൊന്നാനി വെച്ച് ഒരു മകൻ വളരെ മോഷനെല്ലാം ശരീരത്ത്, പുതിയ വണ്ടി തിരിച്ചു വരിക. എൻ്റെ ഒരു ഗോലക്ഷൻ അയലെ കൂടെ കയറ്റും, ഫ്രണ്ടിൽ കയറ്റി അടുത്ത റൂം എടുത്ത് കുളിപ്പിച്ച് നല്ല വസ്ത്രം അവൻ കൊടുത്ത് ഇന്ന് മലയിടം തുരുത്തിക്കൊണ്ട് അവനെ ആക്കിയിരിക്കാം. സുബോധമുള്ളവനായി തീർന്നു. കരങ്ങൾ ഉയർത്തി ഒന്ന് ദൈവത്തെ പ്രസംഗിക്കുന്നതല്ല കാര്യം. പരദേശികളും പ്രവാസികളുമായ നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടൊഴിഞ്ഞ് ജാതികൾ നിങ്ങളെ ദുഷ്കർമ്മികളെന്ന് വിളിക്കുമ്പോൾ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ടറിഞ്ഞിട്ട് പ്രത്യാഗമന ദിവസം പിതാവിൻ്റെ നാമം മഹത്വപ്പെടേണ്ടതിന് അവരുടെ ഇടയിൽ ആമേ ക്രിസ്തുവിൻ്റെ ആത്മാവിൽ നീ നടക്കണം. അന്യഭാഷയും കൊട്ടും പാട്ടും ഉപവാസവും കൺവെൻഷനും അതൊക്കെ വേണം, വേണമെങ്കിൽ വേണം, ഇല്ലെങ്കിൽ വേണ്ട. ജീവിക്കണം. അതാണ് അന്ത്യോക്യയിലെ ആമേൻ സഭയിലെ ആമേൻ ആദ്യമായി ശിഷ്യന്മാരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചത്. ശിഷ്യന്മാരാകണം, വിശ്വാസികളായിട്ടൊന്നും കാര്യമില്ല. അവൻ്റെ പുറകെ പോകണം. ഗുരുവിൻ്റെ പുറകെ പോണവനാണ് ശിഷ്യൻ. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും, അവ എന്നെ അനുഗമിക്കും, അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ പിതാവ് ആരെയും അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. മദ്യമിച്ച് 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 എപ്പോൾ ഉണരും, വീണ്ടും ഞാൻ അത് തന്നെ അന്വേഷിക്കുമെന്ന് പറയുന്ന ആ അവസ്ഥയിലേക്ക് സർശിവാക്കിയാ പറയുന്നത്. കൈയിട്ടുടനെ കഞ്ചാവ് വേണം, അല്ലെ മദ്യം വേണം, മയക്കുമരുന്ന് വേണം, ഇഞ്ചക്ഷൻ ചെയ്യണം, അപ്പോഴും നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്. ഒന്ന് വരാമോ റോബിനെ? എൻ്റെ ഒരു ബാനർ കാണിക്കുകയാണ്. 2005 ഈ മനോരമ പ്രസിദ്ധീകരിച്ചൊരു ബാനറായത്. ഇവിടെ 2 പട്ടിയുടെ കൂടെ കിടക്കുന്ന ഒരു മനുഷ്യനുണ്ട്. നോക്കിയോ, 2005 ജൂൺ 13-ാം തീയതി വയനാട് കഞ്ചാവ് വിൽപ്പനയ്ക്ക് മേടിക്കാൻ പോയ ഗോപാലകൃഷ്ണൻ, അതെ ആ പട്ടി ഗോപാലകൃഷ്ണൻ, ഛർദിൽ നിന്ന പട്ടിയും ഞാനും ഒരുമിച്ച് ഫിറ്റായി കിടക്കുന്ന ഫോട്ടോ എടുത്ത ഫ്രാൻസിസ് ബേബി ഫോക്കസ് സ്റ്റുഡിയോ മാനന്തവാടി ഇന്നുമുണ്ട്. ഇന്ന് അദ്ദേഹത്തിൻ്റെ അമ്മാവൻ കാനറ ബാങ്കിലെ സീനിയർ മാനേജർ റിട്ടയർഡായി. അദ്ദേഹം അവിടെ ക്യാമ്പ് നടത്തും. അവിടെ ഒരു ധ്യാനം നടത്താൻ മുഖാന്തരമായ മകനാ ബ്രദർ വർഗീസ്. എനിക്കെൻ്റെ പട്ടിയുടെ കൂടെ കിടന്നടത്ത് ഒരു സാക്ഷ്യം പ്രഭാതത്തിൽ വിളിച്ചു പറയണമെന്ന് പറയുമ്പോൾ കൊണ്ടുപോയി. ഇന്ന് അവിടെ 4 ധ്യാന കേന്ദ്രങ്ങൾ, എല്ലാത്തിൻ്റെയും ഡയറക്ടർ മേലില്ല. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗമായിരുന്നു ഞാൻ. ഈ പട്ടിയുടെ കൂടെ കിടക്കുമ്പോഴും എനിക്കൊരു നല്ല ഭർത്താവായി, നല്ലൊരു അച്ഛനായി, നല്ല മകനായി, നല്ലൊരു കുടുംബക്കാരനായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. സഹോദരങ്ങളെ, പുതുജീവൻ ധ്യാനം കൊച്ചിയിൽ നടക്കുമ്പോൾ ആയിരിക്കുന്ന നിങ്ങളുടെ ജേക്കപ്പച്ചായൻ ഇവിടെയുള്ള PND കോളനി, റെയിൽവേ കോളനി, തമ്മനം കോളനി, ഇവിടെ ഒക്കെ കൊണ്ടു നടക്കും. ഗോതുരത്തിലുള്ള ചില തമിഴ് കോളനികൾ, അവിടെ നിന്നൊക്കെ കടന്നു വന്ന് മാത്യു പാസ്റ്ററും കണ്ടിട്ടുണ്ട്.
അനേകർ രക്ഷിക്കപ്പെട്ട് ചിലർ പാസ്റ്റർമാരായിട്ടുണ്ട്, ചിലർ ദൈവദാസന്മാരായിട്ടുണ്ട്. ബ്രോക്കണായിപ്പോയ ഫാമിലി റീജോയിൻ ചെയ്ത് ഇന്നവിടെ ആരാധന നടക്കാൻ കാരണം കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കാനുള്ള കണ്ണ്. ആമേൻ. നമുക്കെല്ലാം തന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ കണ്ണ് തുറക്കുന്നില്ല. അതാ പൗലോസ് പറഞ്ഞ, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് നിങ്ങളുടെ വിളിയാലുള്ള ആശ ഇന്നതെന്നൊന്ന് തിരിച്ചറി, നിങ്ങളുടെ അകത്ത മനുഷ്യനെ ബലപ്പെടുത്ത്, എന്നിട്ട് പോ. കൂടെ ആരും വേണ്ട പ്രിയരെ. ചില യൂട്യൂബ് ഒന്ന് ചെക്ക് ചെയ്ത്, ഈ കുഞ്ഞിനെ പോലുള്ള ചില യൗവനക്കാരത്തികൾ യൂറോപ്പില് ഒറ്റയ്ക്ക് നടന്ന് ഓപ്പൺ എയർ എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല? കണക്ക് കൊടുക്കണേ. എഹെസ്കേൽ പ്രവചനം 33-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, വാൾ വരുന്നത് കണ്ടിട്ടും കാവൽക്കാരൻ വാൾ ഊതാതെയും ജനം കരുതിക്കൊള്ളാതെയും ഇരുന്നിട്ട് വാൾ വന്ന് അവരുടെ ഇടയിൽ നിന്ന് ഒരുത്തനെ ഛേദിച്ചു കളഞ്ഞാൽ അവൻ തൻ്റെ അകൃത്യം മൂലം മരിക്കുമെങ്കിലും കാവൽക്കാരി, അവൻ്റെ രക്തം ഞാൻ നിന്നോട് ചോദിക്കും. എല്ലാവരും സൈലന്റ് ആയിപ്പോയി അല്ലേ? ആമേൻ. 1 കൊരിന്ത്യർ 9:16 പറയുന്നു, ക്രിസ്തുവിൻ്റെ സുവിശേഷം ഒന്ന് വായിച്ച എന്നിട്ട്. ആമേൻ. 2 മിനിറ്റ് കേട്ടോണം. 1 കൊരിന്ത്യർ 9:16. ഒരു ക്രെഡിറ്റും വേണ്ട ആർക്കും. ആ വർഗീസ് പേരനോട് പാസ്റ്റർ എന്ന് പറഞ്ഞപ്പോൾ എനിക്കറിഞ്ഞോട് പ്രസംഗിക്കാം. അദ്ദേഹം അനോണിമസാ, ജേക്കബ് ചായൻ. അത് വളരെ നിർബന്ധിച്ചാൽ എന്തെങ്കിലും 2 വാക്ക് പറയത്തുള്ളൂ. പ്രിയരേ, നമ്മളിൽ ഇട്ടിരിക്കുന്ന വിളിയും തെരഞ്ഞെടുപ്പും അറിഞ്ഞുകൊണ്ട് ജീവിച്ചാൽ എസ്കുലേറ്ററെ നിന്നിട്ടുണ്ടോ നിങ്ങൾ? താഴത്തെ സ്റ്റെപ്പ് കയറി ഒന്ന് നിന്നാൽ മേപ്പോട്ടവൻ കൊണ്ടുപോകും. കരങ്ങൾ ഉയർത്തിയോ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിൽക്കാതെ ഓടി നടന്ന അരുൺ പാസ്റ്റർ എത്ര പ്രാർത്ഥിച്ചാലും മേപ്പോട്ടൊന്നും പോകത്തില്ല. പ്രേമമെന്നിൽ വർദ്ധിക്കുന്നേ പ്രിയനോടു ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി ജീവിച്ചിടും. പ്രേമത്തിൽ വരാത്തതാണ് വിഷയം വരുന്നത്. ആ പട്ടിയുടെ കൂടെ കിടന്നവൻ ഇപ്പുറത്ത് കോഴിക്കോട് ജയിലിൽ. ഇങ്ങനെ കൂടെ ഒന്ന് കാണിച്ചേരെ, സഹോദരിമാരോടെ ഒന്ന് കണ്ടോട്ടെ. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഷാരൂഖ് ഖാന്റെയും ഒക്കെ പിന്നെയും കിട്ടും, ഇത് കിട്ടത്തില്ല. ഇവിടെ പോയി ലൈബ്രറി തപ്പിയാൽ കിട്ടും. വേണേ ഒരു മൊബൈൽ പകർത്തിക്കൂ. കോഴിക്കോട് ജയിലിൽ സുവിശേഷം നടത്തുകയാണ്. ജയിലിൽ സുവിശേഷം പറയാൻ ഞങ്ങൾക്ക് ഗോസ്പൽ പ്രീച്ച് ചെയ്യാൻ DGP അനുവാദം തന്നിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ റോഡിലും എപ്പോഴും വിത്തൗട്ട് എനി മൈക്ക് സാങ്ഷൻ പരസ്യോഗം നടത്താൻ അനുവാദം കിട്ടി. എന്തെന്നാൽ ഞങ്ങളുടെയൊക്കെ മാനസാന്തരം സ്വർഗത്തിലെ ദൈവം അധികാരികൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു രാജാതി രാജാവാ, അവൻ അത്ഭുത മന്ത്രിയാ, അവൻ വീരനാന്ന്. മക്കളെ, അത് എനിക്കും ഈ റോബിനും ജേക്കബിനും വർഗീസിനും മാത്രമുള്ളതല്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിപ്പിക്കത്തില്ലെന്നേ. ഈ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ജയിലിൽ ഇവിടെ DGP ഉണ്ട്, DYSP ഉണ്ട്, പ്രിസൺ ഫെലോഷിപ്പിന്റെ ഡയറക്ടർ ഉണ്ട്, ജയിൽ സൂപ്രണ്ടുണ്ട്, ഒഫീഷ്യൽസ് ഇവിടെ. അപ്പുറം 85 പ്രതികളാണ്. ഈ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ചിലര് അതുവരെ പറയാതിരുന്ന കുറ്റങ്ങളൊക്കെ ഏറ്റുപറഞ്ഞു. ഇന്ന് കോഴിക്കോട് ജില്ലാ ജയിൽ പ്രിസൺ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യക്ക് കൗൺസിലിങ്ങിനായി വാതിൽ തുറന്നു കിട്ടി. എന്തെന്നാൽ ഒരുവന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവന്റെ ഗമനത്തെ ദൈവം സ്ഥിരമാക്കും. ആമേൻ. മിനിസ്ട്രിക്ക് വേണ്ടി ഫണ്ട് ആരും റൈസ് ചെയ്യണ്ട. ദേ നോക്കിയേ, ഗോവായി പോകണമെന്ന് പറഞ്ഞേ ഉള്ളൂ, ഇന്ന് ചിന്നക്കനാലിൽ കൊണ്ടുപോവുക. മത്തായി 6:33 പറയുന്നത്, മുന്നമേ അവന്റെ രാജ്യവും നീതിയും. കാട്ടിപ്പറമ്പില് 10-60 ലക്ഷം രൂപ മുടക്കി ആ ബിൽഡിങ്. എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല ആ ബിൽഡിങ്. അവിടെ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ വീടായിരുന്നു. അദ്ദേഹത്തെ പല സുവിശേഷർക്കറിയാം. പലര് ചെന്നു ചർച്ചിനായി. ഇവിടുത്തെ പേരുകെട്ട ഡിനോമിനേഷൻ എല്ലാം ഞങ്ങൾ തമ്മിൽ. അദ്ദേഹം എഞ്ചിനീയറിംഗ് കോളേജ് നടത്തിയപ്പോൾ ചെറിയൊരു ബന്ധമുണ്ട്. അത് കഴിഞ്ഞ് പോയി. എനിക്ക് മൊബൈലും ഇല്ല അന്നത്തെ കാലത്ത്. ഇന്നും ഉള്ളത് ചെറിയൊരു കുത്തു മൊബൈലാണ്. ആമേൻ. പേരെ എങ്ങനെയോ രണ്ടാമത് ഇദ്ദേഹത്തിന്റെ പോലും വേണമെന്ന് അറിഞ്ഞൂടാ. അവിടെ ചെന്നു. സക്കറിയ 8-ാം അധ്യായം 20 മുതലുള്ള ദൂത് വെളിപ്പെട്ടു. ഇന്ന് 18 ധ്യാനം നടന്നല്ലേ? 19 ധ്യാനം. ഫോർട്ട് കൊച്ചിയിലെ നമ്പർ 1 ഗുണ്ട റെയ്മണ്ട് മാനസാന്തരപ്പെട്ടു.
എന്നെ അറസ്റ്റ് ചെയ്ത പോലീസ് ഓഫീസർ സാം ക്രിസ്റ്റി ഡാനിയൽ, അവൻ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഒരു മടിയും കൂടാതെ അവിടെ ക്യാമ്പ് നടത്തുവാൻ സാങ്ഷൻ തരാൻ കാരണം പോർട്ട് കൊച്ചിയിൽ ക്രിമിനൽ പ്രവൃത്തി കുറഞ്ഞതുകൊണ്ടാണ്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമ്മളായിരിക്കുന്ന ദേശത്ത് നമ്മൾ സ്വർഗത്തിലെ അംബാസിഡേഴ്സ് ആണ്. ഇത് കോൺസുലേറ്റ് ആണ്, സ്വർഗത്തിലെ എംബസിയാണിത്. നമ്മളെല്ലാം അംബാസിഡേഴ്സ് ആണ്. മനസ്സിലാക്കിയവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അമേരിക്കൻ അംബാസിഡറോ റഷ്യൻ അംബാസിഡറോ യൂറോപ്യൻ അംബാസിഡറോ അല്ല മക്കളെ. യൂദായുടെ ലേഖനത്തിൽ പറയുന്നത് പോലെ ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് സ്വർഗത്തിൽ എത്തിക്കുവാൻ സ്വർഗത്തിൻ്റെ അംബാസിഡേഴ്സ് ആക്കി സ്വർഗം നമ്മളെ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നൊരു ബോധ്യമില്ലെങ്കിൽ നമ്മളെല്ലാം പിന്മാറ്റത്തില്ല. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 18 മുതൽ വായിച്ചാട്ടെ. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 18 മുതൽ. കേൾക്കുന്നുണ്ടോ? ഈ കുഞ്ഞു മുതൽ, അതിൻ്റെ താഴത്തുള്ള കുഞ്ഞു മുതൽ. അതാണല്ലോ യോവേൽ പ്രവാചനത്തിലും അപ്പോസ്തലൻ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. 33 ആത്മാവ് ഈ കളവിലും കിടക്കുന്നു. അതുകൊണ്ട് ഓടുന്ന പോവുക. ചോദിക്കുക അവിടെ തണുപ്പൊന്ന് ആലോചിച്ച്. ചിന്നക്കനാലില് തൻ്റെ ഇടത്തോടെ പോവുക. അവിടെ വെച്ച് തീരട്ടെന്ത്, അപ്പ സ്വർഗത്തിലാ. എക്സ്റ്റെൻഡ് ചെയ്യാനൊന്നും പ്രാർത്ഥിക്കില്ല ആരും. രക്തസാക്ഷിത്വമാ നമ്മുടെ വിളി. അതാ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നത്, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ മാത്രമേ നിനക്ക് ക്രൗൺ കിട്ടത്തുള്ളൂ. ഞാൻ നല്ലപോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, എനിക്കായി ഒരുക്കിയിരിക്കുന്ന നീതിയുടെ കിരീടം ഞാൻ പ്രാപിക്കാൻ പോകുന്നു. അതെനിക്ക് മാത്രമല്ല, അവനിൽ പ്രിയം വെച്ച സഹോദരിമാർക്കും സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും കിളവനും എല്ലാം ഉള്ളതാ. ആമേൻ. ഹല്ലേലൂയ. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ നമ്മളെയും അവരെയും ലോകത്തിലേക്ക് വായിച്ചോ താഴത്തോട്ടെ. ആമേൻ. വായിച്ചോ. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാൻ ഇരിക്കുന്നവർക്ക് കൂടെ വേണ്ടി. മനസ്സിലായോ? നിങ്ങളുടെ പുസ്തകത്തിൽ എത്ര സുവിശേഷമുണ്ട്? തുറന്നു പറ. നമ്മൾ ഒരുമിച്ച് അല്ല പ്രസംഗിക്കില്ല. എത്ര സുവിശേഷമുണ്ട് സഹോദരങ്ങൾ? എൻ്റെ കയ്യിൽ 5 ഉണ്ട്. 5ാമത്തെ ഇതിനകത്ത് പ്രിന്റ് ചെയ്തിട്ടില്ല. അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അതാ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ശക്തി ലഭിച്ചതിന് ശേഷം യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം. എൻ്റെ ഒരു സ്പിരിച്വൽ മദറുണ്ട്. 3 ബാർ നടത്തി ഈ കലൂരും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് കട. മത്സ്യ എന്ന് പറഞ്ഞ സിറ്റി മാൻ്റെ ഷോറൂമൊക്കെ അതൊക്കെ നിർത്തി പുള്ളി. ഇപ്പൊ പാസ്റ്ററാ. 3 ബാറുള്ള ആളിപ്പോൾ പാസ്റ്ററാ. അദ്ദേഹത്തിൻ്റെ വൈഫാണ് എൻ്റെ സ്പിരിച്വൽ മദർ. ആൻറ്റി അന്ന് 99-2000 50 രൂപ 60 രൂപയ്ക്ക് കിട്ടേണ്ട മീനൊക്കെ അവൻ പറയുന്ന വിലയ്ക്ക് മേടിക്കും. ഞാൻ ആൻറ്റിയെ വഴക്ക് പറയുമ്പോൾ, എടാ അനീതിയുള്ള മാമൂനെ കൊണ്ട് സ്നേഹിതരെ. അതാ ഈ സഹോദരങ്ങളൊക്കെ ചെയ്യുന്നത്. ഇന്ന് മുസ്ലിംസ് അവരുടെ കടയിലെ മെഡിവിഷൻ്റെ ഓണറിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. മെഡിവിഷൻ്റെ. ഹല്ലേലൂയ. ഇവിടെയുണ്ട്. ഇവിടെ അവരുടെ കുടുംബമുണ്ട് രവിപുരത്ത്. പ്രിയരെ, പ്രസംഗമൊന്നുമല്ല, പ്രവൃത്തിയാണ് വേണ്ടത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മളെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് ഇനി നഷ്ടപ്പെടുന്നതിനെ. 2 രാജാക്കന്മാർ 5-ാം അധ്യായം അതിൻ്റെ സാഹചര്യം വിഷയമല്ലെന്നേ. ഒരടിമയാണ് യജമാനന് വേണ്ടി, വിടുതലിന് വേണ്ടി. ഇതേ ഇവിടെ പറയും. വായിച്ചേ. സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, നിന്റെ ബോസ് വലിയ സുപ്പീരിയർ ആയിരിക്കും. ബോസിന്റെ മാനസാന്തരത്തിനായി ചിലപ്പോൾ നിന്നെ ഉപയോഗിച്ചെന്നിരിക്കും. ആമേൻ. വായിച്ചേ 2 രാജാക്കന്മാർ 5:1 മുതൽ. ആരാം രാജാവിന്റെ സേനാപതിയായ നയമാൻ മുഖാന്തരം യഹോവ ആരാമിന് ജയം നൽകിയത് കൊണ്ട് അവന്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി. അവൻ പരാക്രമശാലിയെങ്കിലും കുഷ്ഠരോഗി ആയിരുന്നു. ആരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്ത് നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടു പോയിരുന്നു.
അവൾ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു. അവൾ തന്റെ യജമാനത്തിയോട്, യജമാനൻ ശമരിയയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു. അല്ലേ? ആദ്യത്തെ ഹോം നേഴ്സാ, വീട്ടിൽ അടിമയാ. പക്ഷെ അവിടെ ഉള്ളിൽ യജമാനം വിടിയിക്കപ്പെടണം എന്നൊരാഗ്രഹം. ആമേൻ. നിന്റെ ഓഫീസിൽ സ്തോത്രം, നിന്റെ നൈബേഴ്സ്, നിന്റെ ശത്രു, ഇപ്പോഴും വിരോധമുണ്ടോ ആർക്കെങ്കിലും, ആരോടെങ്കിലും? പോയി മോനെ, സകല പണിയും തരും. അകത്ത് ഒരു പാവമുണ്ടോ? നമുക്ക് പെട്ടെന്ന് ഈ പുതുതായി ജനിക്കാം, സ്നാനപ്പെടാം, അല്ലേ? ദൈവരാജ്യം അവകാശമാക്കണ ഇച്ചിരി പാടാ. ഗലാത്യർ 5:19 അറിയാലോ? ഒന്ന് വേണേ വായിച്ചൊന്ന് ഓർത്തു പോവാം. അത് ദൈവാത്മാ പറഞ്ഞത് കൊണ്ടാ. 5:19 മുതൽ. ആമേൻ. ദൈവരാജ്യം അവകാശമാക്കണം. ആ ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, ഇതിനോടുള്ള കോംപ്രമൈസ്, വചനത്തോട് ലവോദോക്യ സഭ ഓർത്തോണം. പിന്നെ വായിച്ചോ വീട്ടിൽ പോയി. ആ സഭയുടെ പുറത്താ പരിശുദ്ധാത്മാവ്, പുറത്ത് നിന്ന് നോക്കിയ, ഇവിടെ അകത്തുണ്ട്. ആമേൻ. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കോംപ്രമൈസ് ഏറ്റവും വലിയ പിന്മാറ്റമാണ്. ആ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം. ദൈവം തൊട്ട് ശ്രദ്ധിച്ചു. എനിക്ക് ഈ ആൻറ്റിയോട് അല്ലെ ദൈവദാസോട് പകയുണ്ട്. എന്നിട്ട് സ്വത്രവും പറയും. സ്വത്രവും പകയാ ഉള്ളി. പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, സ്പ്ലിറ്റ്. സഭയ്ക്കുള്ളിൽ ഏറ്റവും ബലഹീനമായതിനെ താങ്ങാൻ ശിഷ്യന്മാരുടെ നാവാ നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അല്ലെ, എന്തിനാ അവന്റെ സഭ എന്ന് പറയുന്നത്? വെട്ടിയവന്റെ ചെവി ഒട്ടിച്ചു കൊടുത്ത ദൈവമല്ലേ എൻ്റെ അപ്പൻ. ആമേൻ. നമ്മുടെ കയ്യിലും വാള് തന്നിട്ടുണ്ടെന്നേ. സാഹചര്യം വരുമ്പം വെട്ടല്ലേ ആരും, കേട്ടോ. ദൂതുകൂടാ ഒക്കെ. അമ്മ എനിക്ക് തോന്നുന്നു ദൂതൊക്കെ പോകുന്നുണ്ട് ഇതിനകത്ത്. സാഹചര്യം തരും, വാൾ ഉറേ തന്നെ ഇട്ടോണം. മനസ്സിലാക്കിയവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേ. വായിച്ചോ മോനെ. ഭിന്നത, അസൂയ കാണാവോ? അസൂയ കാണാവോ? അസൂയ, മദ്യപാനം, വെറിക്കൂത്താണ് ഈ തോണ്ടല്. ആമേൻ. ഞാൻ ബൈബിൾ വായിക്കുക, പെട്ടെന്ന് ഇങ്ങോട്ട് മാറ്റി മറ്റതും കാണും. വേണ്ട മണി ചുമക്ക്. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? റെനി ജോർജ് ഞങ്ങളുടെ ടീമിൽ വർക്ക് ചെയ്യുന്ന, ബാംഗ്ലൂർ, മദ്രാസിലെ മോൻ. അച്ഛൻ കേരളത്തിൽ വരുമ്പോൾ ഞങ്ങൾ ജയിൽ മിനിസ്ട്രിക്ക് പൂജപ്പുര പോകാറുണ്ട്. അപ്പം ഒരു പ്രാവശ്യം ഇങ്ങനെ വന്നപ്പം ഞാനിങ്ങനെ അദ്ദേഹത്തോട്, ഡാനിയൽ ബൈബിൾ അറിയാമല്ലോ, ഒത്തുവാക്കിയുള്ള വലിയ കനമുള്ള ബൈബിള്, അതിങ്ങനെ പിടിച്ചോണ്ട് അച്ഛൻ ഞങ്ങൾ ഇൻ്റർവ്യൂവിന് സമയം കിട്ടണം അകത്ത് കയറാനായിട്ട്. ഇങ്ങനെ നിൽക്കുക. ഞാൻ ചോദിച്ചാ ഈ ബൈബിൾ എന്താ ഇങ്ങനെ വെച്ചിരിക്കുന്നത് പിടിച്ച്. അപ്പം എനിക്ക് ആരെന്ത് നല്ലത് കാണിച്ചാലും എനിക്കത് മനസ്സിലാക്കാൻ ചോദിക്കും ഞാൻ. എടാ പൊട്ട, യോഹന്നാൻ മാറോട് ചാരി കിടന്നപ്പോഴാ രഹസ്യം വെളിപ്പെടുത്തി കൊടുത്തത്. ആമേൻ. ഇന്നത്തേക്കുള്ള ദൂത് ഞാൻ ഒരുങ്ങിയിട്ടില്ല, തന്നോണ്ടിരിക്കുക, നീ മിണ്ടാതെ. എന്താ? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടായിരുന്നു, വചനം ദൈവമേ. എൻ്റെ വായിൽ നിന്ന് പോകുന്ന എൻ്റെ വചനം വെറുതെ എൻ്റെ അടുത്തേക്ക് മടങ്ങി വരാതെ ഞാൻ അയക്കുന്ന കാര്യം സാധിക്കുമെന്ന് ഈ തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പേര് ബുക്സ് ഓഫ് ദി ബുക്ക് എന്നാ പ്രിയരെ. ഇതിനോട് തുല്യമായി ഒരു ബുക്കും ഈ ഭൂമിയിൽ ഇതുവരെ ഇല്ല, ഇനി ഉണ്ടാകത്തുമില്ല. ആമേൻ. അതാണ് ഇത്, ജീവിക്കുന്ന വചനം. നീ പറയാനുള്ളത് പറഞ്ഞേ ഒക്കത്തുള്ളൂ. ആഗ്രഹമുണ്ട് അപ്പോഴും. ആ പട്ടിയുടെ കൂടെ കിടക്കുമ്പോഴും നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു ആൻറ്റിമാരും ഇല്ല. മക്കളെ ചെല്ല്. സോ കോൾ ടോപ്പ് മോസ്റ്റ് ആയിട്ട് ഞങ്ങളെ PND കോളനി കൊണ്ടുപോയതാ ജക്കപ്പച്ചാൻ. എത്രയോ കുടുംബങ്ങൾ അവരുടേതാകുന്ന ഫൈനാൻസിലൊന്നും ചെന്ന് നോക്കി, ഇൻഡിവിജ്വലായിട്ടൊന്ന് ചെല്ല്. കോളേജിൽ പഠിക്കുന്നവർ, അടുത്തിരിക്കുന്നവരോടൊന്ന് സുവിശേഷം പറ. ഞങ്ങളുടെ കൂടെയുള്ള ഡോക്ടർ നിഖിൽ ഗ്ലാസൻ, ജെറാൾഡ് ഡോക്ടർ, സാബു ഡോക്ടർ, മനോജ്, പാർവതി ഡോക്ടർ, ഒരുപാട് പേര്, CMFന്റെ പിള്ളേരവര്, ക്രിസ്ത്യൻ മെഡിക്കൽ ഫെലോഷിപ്പിന്റെ. ആമേൻ. അവരെ കാത്തിരിക്കും പേഷ്യൻസ്, അവരെ കാത്തിരിക്കും ഓരോരുത്തരും. എന്തുകൊണ്ട്? അവരുടെ ഒരു തലോടൽ. ആമേൻ.
മുഖത്തൊന്ന് കാമ അടുത്ത സെക്കൻഡിൽ മരിക്കുമ്പോഴും നിത്യയുടെ പ്രത്യാശ കൊരുക്കി വിടുന്ന മക്കൾ. നീ ജോലി ഉപേക്ഷിച്ച് ഫുൾ ടൈമായിട്ട് ജുബായ് വിട്ട് ഗോപാലകൃഷ്ണനെ വർഗീസിനെ പോലെ ഇറങ്ങാനല്ല, നീ ഇരിക്കുന്നിടത്ത് തന്നെ. ഹൗസ് വൈഫാണോ എൻ്റെ ആൻറ്റിയെ പോലെ? എത്ര പേരെ അവർ നേടി. അവരുടെ വീട്ടിലെ സെർവൻസും സ്റ്റാഫും എല്ലാം മിസ്, ഈവൻ ഡ്രൈവർ ആൾസോ. ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാ. ഇതൊരു കോൺസുലേറ്റ് ആണ്. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും അംബാസിഡേഴ്സാ. ഇവിടെ എനിക്ക് അരുൺ ബ്രദറുമായിട്ടുള്ള പരിചയത്തിൽ അദ്ദേഹം ഫ്രീഡം തരും, പോ, ഞങ്ങളെ വിളി, വരാം, വിത്തൗട്ട് എനി കോസ്റ്റ്. ദേ കിടപ്പുണ്ട്, ആ വാഹനം തന്നെ പരസ്യയോഗമാണ്. പേരെ എത്ര പേര് അർത്ഥപ്രാണനായി കിടക്കുന്നറിയാമോ? ഈ തമ്മനം കോളനി ഞങ്ങൾ പോയി, അവിടുന്ന് ധ്യാനത്തിന് വന്നു. ദേ ബാറിന്റെ വാതിക്കുന്ന ഈ ബെന്നി, ഒന്ന് കരങ്ങൾ ഉയർത്തിയട്ടെ, ബെന്നി പിടിച്ചോണ്ട് നീ ഇരുന്നാട്ടെ. ബാറിന്റെ വാതിക്കെന്ന് കരഞ്ഞോണ്ടാ വരുന്നത്. നമുക്ക് തന്നിരിക്കുന്ന സമ്പത്തും വാഹനവും ഭവനവും, ഭാര്യയ്ക്കും ഭർത്താവിനും 2 പിള്ളേർക്കും താമസിക്കണമെങ്കിൽ ആമേൻ 2 or 3 മുറി മതി. ബാക്കി മുറിയുള്ളവരെല്ലാം പുറത്ത് കിടക്കുന്നതിനെ സ്വീകരിച്ചോണം. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അതാ അവൻ്റെ വീട്ടിൽ താമസിപ്പിക്കുന്നു. ജേക്കബ് ബ്രദറിൻ്റെ ആമേൻ ആ വീട്ടിൽ അതേ അനേകരെ. എൻ്റെ പാസ്റ്റർ മൊറാജിയുടെ വീട്ടിൽ 14 HIV പേഷ്യൻസാണ് താമസിച്ചത്. ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ച ഇത്, പുതിയ നിയമസഭയാണ്. അനാഥരെയും വിധവമാരെയും ഇല്ലേ, ചുങ്കക്കാരെയും വ്യഭിചാരികളും പാപികളും അവൻ്റെ വചനം കേൾക്കുവാൻ അവൻ്റെ അടുത്തേക്ക് വന്നെങ്കിൽ അതിൻ്റെ അപ്പുറത്തൊരു കോളിംഗ് അല്ല നമുക്കുള്ളത്. വ്യഭിചാരവും പാവവുമുള്ള തലമുറയിൽ ആരെങ്കിലും എന്നെയും എൻ്റെ സുവിശേഷത്തെയും കുറിച്ച് ലജ്ജിച്ചാൽ, ഞാനും അവൻ്റെ സുവിശേഷത്തെ അവൻ ആനമേഘങ്ങളിൽ വരുമ്പോൾ അവനെക്കുറിച്ച് ലജ്ജിക്കുമെന്ന്. ഇപ്പം ഞങ്ങളുടെ സെൻറ്ററിൽ അവൻ ഓർസിയർ അല്ലേ, ഓർസിയറാ, 39 വയസ്സ്, വിവാഹം കഴിച്ചിട്ടില്ല. ഞങ്ങളെ വീട്ടിൽ പോയി, ഭയങ്കരമായൊരു വീട്. അതിനെ കൊണ്ടുവന്ന് ആരാന്നറിയാവോ? മൂക്കിപ്പൊടി പോലും എന്തെന്നറിയാത്ത നമ്മുടെ രാജേഷ് ബ്രദർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാ. സ്വന്തം കാശു മുടക്കി സെന്ററിന് വേണ്ട ചെലവും തന്ന് എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് പോകാൻ ആ സഹോദരന്റെ കാറിന് പെട്രോൾ അടിച്ചു കൊടുത്ത്. നമ്മൾ പറയില്ലേ, നാമാണോ ദൈവത്തെ സ്നേഹിച്ചത്? മക്കളെ, 1 യോഹന്നാൻ 4:10 ദൈവം നമ്മെ സ്നേഹിച്ചതാ. പട്ടിയുടെ കൂടെ കിടന്ന എന്നെ ഇങ്ങോട്ട് വന്നാ സ്നേഹിച്ചത്. അവൻ നമുക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുത്തത് കൊണ്ടാണ് നാം ഈ സ്നേഹം എന്തെന്നറിയുന്നത്. ഞായറാഴ്ച 12:30 കഴിയുമ്പോൾ മാത്യു പാസ്റ്റർ എല്ലാവരും നോക്കും, 12:30 കഴിഞ്ഞല്ലോ. രാവിലെ മുതൽ രാത്രി വരെ ശുശ്രൂഷിച്ച് വെന്റിലേഷന് താഴെ വീണ് മരിച്ചവനെ ഉയർപ്പിച്ച ആത്മാവാ നമ്മുടെ ഉള്ളിൽ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കണ്ണിങ്ങായിട്ട് സമയം നീട്ടാനൊന്നും അല്ല ആഗ്രഹിക്കുന്നത്. കാര്യം പറയുക, ബ്രാക്കറ്റിൽ നിർത്തല്ല പരിശുദ്ധാത്മാവിനെ. ആമേൻ. അവന് ഫ്രീഡം കൊടുക്കണം, സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവാ. അതാ ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ആമേൻ. ഒരു ഉത്തരം വന്നില്ല. എൻ്റെ അമ്മയോടൊന്ന് പറഞ്ഞാൽ മതി, സുലോചനെ നിന്റെ മകനെ രക്ഷിക്കുന്ന യേശുവാണ്. ഒരുപാട് ബന്ധുക്കോസുകാരുണ്ട് ആലപ്പുഴ, പക്ഷെ ക്രിസ്ത്യാനി ഇല്ലായിരുന്നു. അതായത് ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉള്ളവർ പ്രാർത്ഥിക്കാം കേട്ടോ. ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല. വിശക്കുന്നവനോട് പ്രാർത്ഥിച്ചാൽ മതി. ഇതേ ഒരു ഫോർഡ് ഐക്കൺ കാർ ലാസ്റ്റ് അത് വിറ്റത് എത്ര രൂപയ്ക്ക് വിറ്റ്? ആ കാറ് 50,000 13,000 രൂപയ്ക്ക് ആ കാറ് വിറ്റു. ഗോവ രജിസ്ട്രേഷൻ എടുക്കാറില്ല എന്തോ എനിക്കറിയില്ല, ഇദ്ദേഹത്തെ അറിയാവുള്ളൂ. വണ്ടി വിറ്റു. പക്ഷെ 22 പേര് ഗോവയിൽ സ്നാനപ്പെട്ടു. ആമേൻ. ഇവിടുന്ന് ഡോക്ടേഴ്സ് ഒന്നും അവിടെ ശുശ്രൂഷിക്കാൻ. ഇന്ന് മൂത്രപ്പരയെന്ന് ദാവൂദ്, അവൻ്റെ പേരല്ലേ, ദാവൂദ് എന്ന് പറഞ്ഞൊരുത്തനെ ഇവരെല്ലാം കൂടെ എടുത്തുകൊണ്ട് വന്ന് ധ്യാനം കുടിച്ചു. ബീഹാറിൽ 600 പേരുടെ ചർച്ച അവൻ നടത്തുന്നു. കൊച്ചി കാട്ടിപ്പറമ്പിൽ നിന്ന് പോയവൻ പാസ്റ്ററായിട്ടുണ്ട്, ആലപ്പുഴയിൽ നിന്ന് പോയവൻ പാസ്റ്ററായിട്ടുണ്ട്, പല സുവിശേഷകരുണ്ട്. എന്തുകൊണ്ട് നമുക്ക് പറ്റത്തില്ല? നിങ്ങൾ വിട്, ഞങ്ങളടുത്തേക്ക് വിട്. ജെനുവിൻ പാർട്സ് ഇട്ട് റിപ്പയർ ചെയ്ത് കൈത്തരാം. ഇവിടെ ഞങ്ങൾക്ക് ചർച്ച് പ്ലാന്റിങ് ഇല്ല. പാസ്റ്റർ ഞങ്ങളെ പാസ്റ്റർ എന്ന് വിളിക്കും, ഞങ്ങൾ പാസ്റ്റേഴ്സ് അല്ല. ഞങ്ങളെ സുവിശേഷം അറിയിക്കാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. പോകുവിൻ, ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ പോലെ വിട്ടിരിക്കുന്നെന്നാ പറഞ്ഞു 70 പേരോട്. ആ 70 പേരും
17-ാം വാക്യത്തിൽ 10:17 ലൂക്കോ 10:17 സന്തോഷത്തോടി വന്നു. അപ്പാ ഭൂതങ്ങളും മക്കളെ ഭൂതങ്ങൾ കീഴുതങ്ങളെന്നൊന്നും നീ പ്രയത്നമാക്കാൻ ഞാൻ കാണിച്ചാൽ വിട്ടവൻ മാറിക്കിടന്ന് ഉറങ്ങിയില്ലെന്ന്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഡൽഹി, ഗോവ, ബോംബെ ഈ സ്ഥലത്തെല്ലാം പോകാൻ ഉപയോഗിച്ച മനുഷ്യനാണ്. കൊച്ചിയിലൊരു ധ്യാന കേന്ദ്രം ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചത്. ജേക്കബിനെ കൊണ്ട് നിങ്ങൾ അവിടെ ഒന്ന് പോയി കാണണം കേട്ടോ. വല്ലപ്പോഴും പിക്നിക്കിനെങ്കിൽ സ്പിരിച്വൽ പിക്നിക്കിന് പോകും. കപ്പലെ നിൽക്കുന്ന പോലെ നിൽക്കാം. അദ്ദേഹത്തെ ഈ ചർച്ച കൊണ്ടുവരുന്നെങ്കിൽ ഈ ചർച്ചുമായി ചേർന്ന് അവിടെ ഒരു പ്രവൃത്തിയുണ്ട്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. ആരെങ്കിലും ഒരാൾ വന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞിരുന്നെങ്കിൽ എല്ലാം നശിച്ചു. 7.5 ഏക്കർ നിലം, 1.5 ഏക്കർ സ്ഥലം, ആമേ ഒരു സ്വർണ്ണക്കട, അന്ന് ലൈസൻസ് വേണം. ആലോചിച്ചേ. ആമേൻ. അവസാനം എന്ത് ചെയ്തു? പാട്ടുകാരൻ പാടിയതുപോലെ കൂട്ടം വെറുത്തു കുലവും വെറുത്തന്നെ കൂട്ടുകാരും വെറുത്തു, എന്നാൽ കൂട്ടായി തീർന്നൊരു സ്വർഗീയ സ്നേഹിതൻ വിടത്തില്ല മക്കളെ അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ. യെശയ്യാ പ്രവചനം 49:1 പറയുന്നു, എൻ്റെ അമ്മയുടെ ഉദരത്തിലിരിക്കെ തന്നെ ഞാൻ നിന്റെ പേര് പ്രസ്താവിച്ച ഒരു ചെറിയ പറ്റമാവിടെ. 45:4 പറയുന്നു, നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുകയാണ്. 43:4 പറയുന്നു, യു ആർ പ്രഷ്യസ് ഫോർ മീ, നീ എനിക്ക് വിലയേറി. എത്ര പട്ടിയുടെ കൂടെ കിടന്ന എന്നെ രാവിലെ ഈ ആൻറ്റി വന്ന് എനിക്ക് സ്തോത്രം തരാൻ യോഗ്യതയെന്ത്? സഹോദരന്മാർ തന്നത് പോട്ടെ. ആമേൻ. ഞങ്ങളെ കണ്ടിരുന്നാൽ വാതിലടയ്ക്കുമായിരുന്നു. എന്നാൽ ഇന്നൊന്ന് വന്ന് പ്രാർത്ഥിക്കാൻ പറയുന്ന അവസ്ഥയിൽ ആമേൻ ദൈവം മാറ്റിയത് മറ്റൊന്നും കൊണ്ടല്ല, ഈ സുവിശേഷം. ഹല്ലേലൂയ. കർത്താവിന് മാനസാന്തരപ്പെടാൻ സഹോദര നീയോ ഞാനോ ഒന്നും പോണ്ട. കോഴി മതി, കോഴി അല്ലേ? പത്രോസ് അച്ചായനെ ലാസ്റ്റ് ജനുവിൻ മാനസാന്തരത്തിൽ കൊണ്ടുവന്നു ആരാ? കോഴിയല്ലേ? ഏലിയാവിന് ഭക്ഷണം കൊടുത്ത കാക്കയല്ലേ? കർത്താവിന് ഇനോവയൊന്നും ഇല്ലായിരുന്നു, കർത്താവിനും കൊണ്ടുപോയതൊരു കഴുതയല്ലേ? വേണേ കൊണപ്പെട്ടു. ആമേൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതേ പ്രിയരെ, ഭാരം കൊണ്ടാ പറയുന്നത്. എൻ്റെ അമ്മ പറഞ്ഞു, കാലമാടാ നീ ഏതെങ്കിലും ഒരു ട്രെയിനിന് പോയി തല വെച്ചു മരിക്കുക. വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, ഒരുമാതിരി നല്ല കുടുംബം, അമ്പലത്തിൽ നിന്ന് കപ്പമുള്ള കുടുംബം, 13 നായർ കുടുംബത്തിലുള്ള ഒന്ന്, ഇന്നും ആ പഴവീട് അമ്പലത്തിൻ്റെ ആമേൻ പ്രധാനിയായ കുടുംബം. ഞാൻ പോയി കഞ്ചാവ് വലിക്കും. പിന്നെ കഞ്ചാവ് വിറ്റാലെന്താന്ന് വിചാരിച്ച് കഞ്ചാവ് വിൽപ്പന തുടങ്ങി. കഞ്ചാവ് മേടിക്കാൻ പോയ ഞാൻ ആ വട്ടിയുടെ കൂടെ കിടന്നത്. അവിടുന്ന് കഞ്ചാവുമായിട്ട് വന്നപ്പോൾ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു. അത് പിടിച്ചത് NDPC ആക്ട്. എനിക്കറിഞ്ഞൂടാ. പിടിക്കുന്നതിന് മുമ്പ് ഞാൻ ഇറങ്ങും. എന്നുവെച്ചാൽ ഇവിടുന്ന് ആ വക്കീൽ വരുന്നു. കള്ളമ്മത്തായി എന്ന് പറയുന്ന വക്കീൽ ഹൈക്കോർട്ടിലുണ്ട്. വക്കീൽ കള്ളനല്ല, കള്ളന്മാരെയും പിടിച്ചോറിക്കാരെയും കൊള്ളക്കാരെയും ഇറക്കത്തു. വെച്ചാൽ അവർ സത്യസന്ധരാ. പറയുന്ന പൈസ പറയുന്നതിന് അഡ്വാൻസ് ആയിട്ട് കൊണ്ടു കൊടുക്കും. അദ്ദേഹവും DYSPയും എന്നെ അറസ്റ്റ് ചെയ്ത പോലീസ് ഓഫീസർ സർക്കിൾ ഇൻസ്പെക്ടർ ഗോപാലകൃഷ്ണൻ ലാസ്റ്റ് പാലാരിവട്ടത്തുനിന്നാണ് പെൻഷൻ പറ്റിയത്. ഇന്ന് അദ്ദേഹം പാസ്റ്ററാ. കരങ്ങളുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഷാരോണിൻ്റെ പാസ്റ്റർ ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ശുശ്രൂഷിക്കാറുണ്ട്. അദ്ദേഹവും പറഞ്ഞു, ഗോഷ പെട്ടുപോയടാ, 24 വർഷം 20 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയും, NDPC ആക്ട്. സകല പണമുണ്ട്, പിടിപാടുണ്ട്, കഴിവുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, പോലീസ് ഓഫീസേഴ്സ് എല്ലാം ഉണ്ട്. പക്ഷേ പൂട്ടിയത് സ്വർഗമാണ് മക്കളെ. ഇത് അരുൺ പാസ്റ്റർ ഏൽപ്പിച്ചിരിക്കുന്ന ആളോ അരുൺ പാസ്റ്ററോ വരാതെ ചർച്ച തുറക്കത്തില്ലെന്ന് പറഞ്ഞതുപോലെ സ്വർഗം പൂട്ടിയാ തുറക്കണേ, അവൻ തുറന്നേ ഒക്കത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയാ. നിന്നെ വിളിച്ചവനുണ്മയുള്ളോ, കണ്ണിൻ മണി പോലെ അന്ത്യം വരെ വഴുതാതെയവൻ താങ്ങി. അപ്പൊ കഷ്ടം വന്നാലും രോഗം വന്നാലും ഫൈനാൻസ് ക്രൈസിസ്. എന്നോട് ഈ സഹോദരൻ ആമേൻ, ഈ വർഗീസ് ബ്രദർ, ഞങ്ങൾ ഗോവയിൽ പോയിട്ട് തിരിച്ചു വരികയാണ്. വരുന്ന വഴി ഇദ്ദേഹം ഡ്രൈവ് ചെയ്തിട്ടുണ്ടെന്ന് ബ്രദറെ, നമ്മൾ 10-60,000 രൂപയ്ക്ക് വേണ്ടി ഫ്യൂവലിന് തന്നെ ചിലവായി, നമുക്ക് ഒരു റിസൾട്ട് കണ്ടില്ല. നമ്മുടെ വിചാരമല്ല, ദൈവത്തിൻ്റെ വിചാരം. ഞങ്ങൾ 15 കിലോമീറ്റർ ഒരാഴ്ച അവിടെ ചുറ്റിയാണ്. എരിഹോ പ്രയർ എന്ന അതിൻ്റെ പേര്. ഇന്നും കാട്ടിപ്പറമ്പിൽ ധ്യാനമുള്ളപ്പോൾ ജേക്കബ് ചാനും ടീമും അത് ചെയ്യാറുണ്ട്.
മക്കളെ, എരിഹോ എന്ന് പറഞ്ഞാൽ മതിലിനെ കുലുക്കി ഇടിച്ച് തകർത്ത പ്രാർത്ഥന. 4 തേര് ഒരുമിച്ചോടാൻ വീതിയുള്ള മതില് ദൈവജനത്തിന്റെ സ്തുതിയും ആരാധനയും കൊണ്ട് ഇടിഞ്ഞെങ്കിൽ നീ ആയിരിക്കുന്ന ദേശത്തെ ചിലരെ എയിം ചെയ്ത് പ്രാർത്ഥിച്ചാൽ ഈ നാളുകളിൽ ദൈവത്തിന്റെ പ്രവൃത്തി അവളെ വെളിപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഒറ്റയ്ക്ക് ആരെങ്കിലും വന്നിട്ടുണ്ട് പ്രാർത്ഥിക്ക്. അവൻ അവരെ കെട്ടിവെച്ചിരിക്കുന്ന ഉഷ്ടശക്തിയെ അഴിക്കാനുള്ള പവർ നിന്റെ മേൽ ദൈവം പകർന്നിട്ടുണ്ട്. അനുഭവത്തിൽ നിന്നാ പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ അതിന് ഭാരം എടുക്കുകയൊന്നും വേണ്ട. വീട്ടിൽ ചെല്ലുമ്പോൾ ദൈവം, ഇവിടെ അദ്ദേഹത്തിന് വണ്ടി കച്ചവടമുണ്ട്, എസ്റ്റേറ്റ് ഉണ്ട്, പല പല ബിസിനസ്സുകളുണ്ട്. ഇവിടെ വന്നപ്പോൾ ബീനാക്കണ്ണൻ്റെ മകൻ്റെ ഒരു കാർ, സ്പോർട്സ് കാർ, ആർക്കും ഭയങ്കര വിലയാണ്. പക്ഷെ പ്രതീക്ഷിച്ചതിനേക്കാൾ ഇരട്ടി വിലയ്ക്ക് അത് കൊടുക്കാനിടയായി. ദൈവം ആർക്കും കടക്കാരനല്ല. ആമേൻ. മാത്രമല്ല 22 ആത്മാക്കളുടെ രക്ഷ. അതുപോലെ ഒരാത്മാവ് സർവ്വഭൂമിയെക്കാളും വിലപ്പെട്ടതാണെങ്കിൽ ആ മകന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് വയനാട്, ഗോവ, ബോംബെ, ഡൽഹി, ആമേൻ, ഈ സ്ഥലങ്ങളിലെല്ലാം പ്രവർത്തിക്കാൻ ഇന്ന് ഉച്ച കഴിഞ്ഞ് പോവുക. ഇവിടുന്ന് പോവുക. ചിന്നക്കനാൽ ആരുമാകട്ടോട് നോക്ക് പോവാം. മഴ മാറ്റിയോ? മിനിഞ്ഞാന്ന് വരെ മഴയായിരുന്നു. കർത്താവുള്ള പട കാണെ കാറ്റടിക്കും മക്കളെ. അവനെ ഉറങ്ങാൻ അനുവദിക്കരുത്. കർത്താവ് കണ്ണടച്ച് കിടക്കരുത്. ആ പടം ഞാൻ എടുപ്പിക്കുന്നില്ല. അവൻ മർക്കോസ് 4:35 വചനം. ഗദരദേശത്തേക്ക് പോകുന്ന പടകിലാണ് കാറ്റടിച്ചത്. ചിന്നക്കനാലിൽ ചെന്നാൽ വിടുതൽ നടക്കുമെന്നറിഞ്ഞ് ദുഷ്ടൻ ഞങ്ങളുടെ ഹൃദയത്തേക്കാൾ. ഞാൻ പറയും, കർത്താവേ, നിനക്കിതമാണല്ലേ അയക്കാവുള്ളൂ. ഈ വചനം വെച്ചാ പ്രാർത്ഥിച്ചത്. സാഹചര്യത്തെ മാറ്റി സുന്ദരമായ അന്തരീക്ഷം തന്നെങ്കിൽ നാം ഒരുമിച്ച് കൊയ്യാൻ പോവുക. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അങ്ങനെ ജയിലിൽ 15ാമത്തെ ദിവസം റിമാൻഡ് പുതുക്കാൻ എന്നെ കൊണ്ടുപോവുക. ഈട്ടിരിക്കുന്ന വാച്ച് പോലെ ജയിലിലെ വാച്ച്. ഇവിടെ ആരും എല്ലാം നല്ലവരാ. ജയിലിൽ ഇടുന്നൊരു വാച്ചുണ്ട്, 2 പേര് ഒരുമിച്ചാണ് ഇടുന്നത്. കണ്ടിട്ടുണ്ടോ വല്ലപ്പോഴും ബസ് സ്റ്റാൻഡിലെങ്കിലും? ആമേൻ. ഇങ്ങനെ പൊക്കണം. എന്നെ ആ വാച്ച് പിടിപ്പിച്ച് ഈ ഗോപാലകൃഷ്ണൻ സാർ, ഇപ്പം പാസ്റ്ററായിരിക്കുന്ന ഗോപാലകൃഷ്ണൻ സാറ് നിന്നെ നടത്തിക്കൊണ്ടു പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. DYSP. അത്ര എന്ന് വെച്ചാൽ 10 കിലോമീറ്റർ ചുറ്റളവിൽ ആലപ്പുഴയിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുന്നതിന് മുൻപേ ഞങ്ങളൊക്കെ പ്രിവെൻറ്റീവ് അറസ്റ്റായിരുന്നു, കരുതൽ തടങ്കൽ. ഞങ്ങൾ വെളിയിലുണ്ട്, ആ ഫംഗ്ഷൻ നടക്കത്തില്ല. ഇപ്പോൾ മനസ്സിലായല്ലോ ഗുണവധികാരം. എന്നാൽ ഇന്ന് അതേ പോലീസ് സ്റ്റേഷനിൽ നിന്നും ആമേൻ സ്വതന്ത്ര സെൻറ്ററിലേക്ക് ആത്മാക്കളെ വിടുക. പോലീസുകാർക്ക് പറ്റത്തില്ലെന്നേ. പോലീസിന്റെ 3ാം മുറയ്ക്കോ രാഷ്ട്രീയക്കാരുടെ വടിവാളിനോ മതങ്ങളുടെ സാരോപദേശങ്ങൾക്കോ വേദശാസ്ത്രങ്ങൾക്കോ ഒരു പാപിയെ മാനസാന്തരപ്പെടുത്താൻ പറ്റത്തില്ല. അതിനുള്ള ഏക മരുന്ന് ഈ പുസ്തകമാണ്. ആമേൻ. കേട്ടോ, വിളിച്ചു പറയുക എന്നൊരുത്തൻ പറയുന്നു. എന്തു പറയണമെന്ന് ഞാൻ ചോദിച്ചു. സകല ജഡവും പുല്ലാകുന്നു, അതിൻ്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയും. യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതുമ്പോൾ പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു. യഹോവയുടെ തിരുവചനമോ എന്നേക്കും നിലനിൽക്കും. 6 വർഷം കഴിഞ്ഞിട്ട് കൊടുത്ത നോട്ടീസ് കൈ കിട്ടി വിളിച്ചു വന്നു. ഇന്ന് ഞങ്ങളുടെ വണ്ടി ഓവർടേക്ക് ചെയ്ത് ഇങ്ങനെ ക്രോസ് നിർത്തിയ നോട്ടീസ് മേടിച്ചത്. മക്കളെ, അറിയിക്കാനേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ സമയത്ത് രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് അനുദിനം സഭയോട് ചേർക്കും. നമ്മൾ കിടന്ന് ഭാരപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അറിയിച്ചേ ഒക്കത്തുള്ളൂ. ചുരുട്ടിക്കുട്ടി വലിച്ചെറിയട്ടെന്നേ. ചുരുട്ടിക്കുട്ടി എറിഞ്ഞ സ്വന്തം ട്രാക്ട് ഒഴുകിച്ചെന്ന മീനച്ചിലാറ്റിലുള്ള റോസമ്മ ആൻറ്റിയും അത് വായിച്ച എഞ്ചിനീയർ മോനും രക്ഷയുടെ മുഖത്തിലായി. ആ കടലാസ് ഇംഗ്ലീഷിലായിരുന്നു. ആൻറ്റി എടുത്ത ഒരു ബോട്ടും ഒരു പടമൊക്കെ കണ്ട്, മോനെ എന്താ മക്കളെ ഇത് എഴുതിയിരിക്കുന്നത്? യേശുവിൻ്റെ ഗോസ്പൽ. വായിച്ചവനും രക്ഷിക്കപ്പെട്ടു, കൊണ്ടുകൊടുത്ത അമ്മച്ചിയും രക്ഷിക്കപ്പെട്ടു. അപ്പം നീ ഇന്ന് കൊടുക്കാൻ പറഞ്ഞാൽ കൊടുത്തേച്ചാ മതി. രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് അനുദിനം സഭയോട് ചേർത്തു. ആ ചർച്ചോ കൂടിലോ ഇവിടെ എവിടെയോ പോകട്ടെ, മണവാട്ടി സഭയിലാണോ മേളി വന്നിരിക്കും. ആമേൻ. ഹല്ലേലൂയ. വചനം കൊടുക്കുന്ന സഭയാണോ തീർച്ചയായിട്ടും മേളിൽ വരും. ആമേൻ. ആടുകളെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുന്ന വിപരീത ഉപദേശം പ്രസ്താവിക്കുന്നിടത്ത് പോകരുത്. അവരോട് അകന്നു മാറണം. നിന്റെ പഴുപ്പ് ഞെക്കിക്കളഞ്ഞ് നിനക്ക് ഓരോ ദിവസവും, ആ ദൈവദാസൻ പറഞ്ഞ കണ്ടോ, ഗാന ശുശ്രൂഷ ഇവിടെ നടന്നത്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി. എൻ്റെ വർഗീസിച്ചാൻ ഇവിടെ മുഴുവൻ നടന്ന് ഇത് വായിച്ചുകൊണ്ടിരിക്കൂ. ആമേൻ. ഹല്ലേലൂയ. റയറേ ഉള്ളൂ, റയർ.
അവിടെ ആട്ടും കൂട്ടം കുറച്ചേ കാണത്തുള്ളൂ. പക്ഷെ പിതാവ് രാജ്യം തരാൻ പ്രസാദിച്ചിരിക്കും. ഹല്ലേലൂയ. തിരിച്ച് കോടതിയിൽ നിന്ന് എന്നെ കൊണ്ടുവന്നു. അന്ന് ഞാൻ മരിക്കാൻ, കാരണം പോണ വഴി എൻ്റെ കുഞ്ഞു പെങ്ങളെ കാണാനിടയായി. അവൾ ഇന്ന് ടീച്ചർ, അവൾ രക്ഷിക്കപ്പെട്ടു, അനിയൻ രക്ഷിക്കപ്പെട്ടു, അനിയൻ്റെ ഭാര്യ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. എൻ്റെ അമ്മയും പടിയടച്ച് ഭിണ്ണം വെച്ച അമ്മയും രക്ഷിക്കപ്പെട്ടു, മാറ്റപ്പെട്ടു. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. തിരിച്ച് ജയിലിൽ മരിക്കാനുള്ള തീരുമാനമെടുത്താൽ വന്നെ പെങ്ങളെ കണ്ടു, അവളും കരഞ്ഞു, ഞാനും കരഞ്ഞു. എന്നാൽ ഇനി വേണ്ട, 24 വർഷം കിടക്കണമല്ലോ. യെശയ്യാപ്രവചനം 55-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 11 വരെ പറയും, നിന്റെ വിചാരമല്ല എൻ്റെ വിചാരം, നിന്റെ വഴിയല്ല മോനെ എൻ്റെ വഴി. നിന്നെ ജാമ്യമില്ലാതൊക്കെ ആക്കി എനിക്കൊരു പദ്ധതിയുണ്ട്. നിന്നെ നടത്തിക്കൊണ്ട് പോയെങ്കിൽ അവിടെ നിന്നെ കൊണ്ട് എന്നെ ഉയർത്തും. ആലപ്പുഴ ഞങ്ങളാരും പരസ്യമൊന്നും നടത്തണ്ട. എന്നെ ഒരു ദിവസം വർഗീസിച്ചാൻ കണ്ട ഒരു ചെരുപ്പ് കുത്തി, അത് എറണാകുളത്തേക്ക് പോരാനായിട്ട് ഒരു വണ്ടിയും കാത്ത് നിൽക്കുക. ആമേൻ. അണ്ണാ എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോകണ. ഇരേ കാന്തവാണോ, ഇരുമ്പ് പിടിച്ചേ ഒക്കത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയാ. നമ്മുടെ സ്നേഹമാണ് ഏറ്റവും വലിയ അന്യഭാഷ എന്ന് പറഞ്ഞ 1 കൊരിന്ത്യർ 12-ാം അധ്യായം 31, 13-ാം അധ്യായം 1 വായിച്ചേ, രണ്ടും ചേർത്ത് വായിച്ചാട്ടെ. ആമേൻ. ആമേൻ. 1 കൊരിന്ത്യർ 12-ാം അധ്യായം 31, 13-ാം അധ്യായം 1. എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ? ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിപ്പിൻ. ഇനി അതിശ്രേഷ്ഠമായ ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. ഉണ്ടോ? അപ്പൊ അന്യഭാഷ എന്ന് പറയുന്നതാണ് സ്നേഹം. അന്യഭാഷയുണ്ട്, അതിനെ തുച്ഛീകരിക്കുന്നില്ല. പ്രവചനമുണ്ട്, അതിനെ തുച്ഛീകരിക്കുന്നില്ല. പക്ഷെ അന്യഭാഷ പറയേണ്ടത് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ്. ആമേൻ. എൻ്റെ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഞാൻ പറയാം കേട്ടോ. പ്രശ്നങ്ങൾ വരുമ്പോൾ അപ്പനുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കി, റിയൽ ഫ്രീഡം നമുക്ക് കിട്ടും. ഒന്നുകൂടെ എൻകറേജ് ചെയ്യും. ആമേൻ. ഹല്ലേലൂയാ. പ്രിയരെ, തിരിച്ച് ജയിലിൽ വന്ന് മരിക്കാൻ ഒരുങ്ങി, ഒരു ബ്ലേഡ് എടുത്തു. കോടതിയിൽ ചെന്നപ്പോൾ അറിയാമല്ലോ, കോടതി എന്ത് വേണം, നമുക്കിപ്പോൾ മൊബൈലും ഒക്കെ അകത്ത് വരും. ബാറസോപ്പെന്നൊക്കെയാണ് കോഡിനെയും ഈ മൊബൈലിനൊക്കെ. കഞ്ചാവ് എനിക്ക് എല്ലാ റിമാൻഡ് കഴിയുമ്പോഴും തരും ആവശ്യത്തിന്, ഗുമസ്തനാ. പക്ഷെ ബീഡിയിലേയും തന്നില്ല, ബീഡിയും തന്നില്ല, സിഗരറ്റും തന്നില്ല. ഞാൻ മരിക്കാൻ തീരുമാനം നടത്തി കഞ്ചാവും വെച്ച് പുൽവാട് ഇടയിൽ വെച്ച് കിടക്കുമ്പോൾ 2:30 മണിയായപ്പോൾ സുവിശേഷം അറിയിക്കുന്നവർ, ജയിലിൽ സുവിശേഷം അറിയിക്കുന്നവർ ആലപ്പുഴ ജയിലിൽ വന്നു. പാടമെന്ന് പറഞ്ഞിടാ, ക്രിസ്ത്യാനികൾ വന്നിട്ടുണ്ട്, പാട്ട് വല്ലതും കേൾക്കാം. അന്നേ എനിക്ക് പാട്ട് ഇഷ്ടം. എന്തെന്നാൽ ലോക സ്ഥാപനത്തിന് മുൻപേ എന്നെ തെരഞ്ഞെടുത്ത ദൈവം. അന്ന് കുഞ്ഞുമോൻ ചാക്കോച്ചായനാണ് വന്നത്, നമ്മുടെ റെനി ജോർജിനെയൊക്കെ മാനസാന്തരപ്പെടുത്തി. ഒരു ട്രെയിൻ കൊള്ളക്കാരൻ്റെ സാക്ഷ്യം കഴിഞ്ഞ് പോകാൻ നേരത്ത് അവരൊരു ന്യൂ ടെസ്റ്റ്മെന്റ് ഗിലിയോൺസിൻ്റെ പുസ്തകം എല്ലാവർക്കും കൊടുത്തപ്പോൾ എൻ്റെ അടുത്തും കൊണ്ടുവന്ന് നീട്ടി. അദ്ദേഹം പറഞ്ഞ, നിൻ്റെ മനസ്സിൽ പല തീരുമാനമുണ്ട്, പക്ഷേ അതൊന്നും നടക്കാൻ പോണില്ല മോനെ. വേണേൽ ഇന്ന് നമ്മൾ ഒന്ന് മേടിച്ചാട്ട് ഒന്ന് രക്ഷയേറ്റ്, വേണേ രക്ഷയേറ്റ് പറയട്ടെന്നേ. ആമേൻ. പറയാനുള്ളത് പറയുക, ആവശ്യമുള്ള രക്ഷപ്പെടും. ഹല്ലേലൂയ. പറയാനുള്ളത് കോംപ്രമൈസ് ഇല്ലാതെ പറയണം. നന്മയും തിന്മയും നമ്മൾ തിരിച്ചറിച്ചു കൊടുക്കണം. വേണമെങ്കിൽ രക്ഷിക്കപ്പെടട്ടെ. ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എന്ത് ചെയ്യും? ഞാനത് മേടിച്ച് വായിക്കാനൊന്നുമല്ല. രാത്രി മരിക്കാൻ നേരത്ത് കയ്യിലെ ഞരമ്പ് മുറിക്കണം, ലഹരി വേണം. അപ്പം ബീഡി ഇലയുടെ ആവശ്യത്തിനായിട്ട് പേപ്പർ കീറി അതിനകത്തിട്ട് വലിക്കാൻ മേടിച്ചതാ ബൈബിള്. എൻ്റെ അപ്പം കൂടോടി പിടിക്കുന്നവനാ, മനസ്സിലായോ? റോമാക്കാരെ നേടേണ്ടത് ഞാൻ റോമായി ചെന്നപ്പോൾ റോമാക്കാരനായെന്ന് പൗലോസ് പറഞ്ഞതുപോലെ എന്നെ പിടിക്കണേ ബീഡി ഇല ഉണ്ടെങ്കിൽ പറ്റത്തില്ല. രാത്രി 8:30 ആയപ്പോൾ ഒരു പോക്കറ്റടിക്കാരൻ, വേതാളം ബാബു, ഇന്നവൻ രക്ഷയുടെ അനുഭവത്തില്ല, തമ്പലക്കാട്, കാഞ്ഞിരപ്പള്ളി തമ്പലക്കാട് സെയിം മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുക. അവനാ എന്നോട് പറഞ്ഞത്, ബൈബിൾ എന്ത് ചെയ്യും, നമുക്കൊന്ന് വായിക്കാമല്ലോ. വായിക്കാനല്ലേ തെറുക്കാൻ. ആരാ പറയുന്നേ? പോക്കറ്റടിക്കാരൻ. അതാ മക്കളെ, ഈ തമ്മനം കോളനി, നമ്മുടെ ആ തമിഴ് കോളനി പിന്നെ ഗോതുരുത്ത്, അല്ല ഗോതുരുത്തല്ലല്ലോ, വാതുരുത്തി ഒന്ന് ചെല്ലണം മക്കളെ. ഹല്ലേലൂയ. ജേക്കബ് ചാമെന്ന് കൊണ്ടുപോകുള്ളൂ, ഇല്ല ഞങ്ങൾ വന്നോളാം, അല്ലെ 2 വണ്ടിയും വന്നോളാം. അതൊരു എക്സ്പീരിയൻസാ. ഇവിടുന്ന് കിട്ടുന്ന എന്തുവാ? ഈ കുഞ്ഞുങ്ങൾ പാടി പാസ്റ്റർ വചനം നൽകി നമ്മൾ പ്രാർത്ഥിച്ചിറങ്ങുമ്പോഴേക്കും
പവർ ഓഫ് ഹോളി സ്പിരിറ്റാണ് കിട്ടുന്നത്. ആ 120 പേരിൽ കിട്ടിയ പവറുമായിട്ട് അവരുടെ വീട്ടിൽ കൊട്ടിയാടി സമാധാനത്തോടെ ഇരുന്നിട്ട് കഞ്ചാവ് ഗോപാലകൃഷ്ണൻ രക്ഷിക്കപ്പെടുവോ? അവൻ്റെ അമ്മ ഡെപ്യൂട്ടി തഹസീൽദാരാ റോബിൻ്റെ. ആമേൻ. ആ മകളെ തല്ലിക്കൊല്ലാനായിട്ട് കസേരയായിട്ട് ഇന്ന് ഞാനവിടെ എന്നെ തല്ലാൻ വന്നവനാ. ഇന്നിരിക്കുന്നുണ്ടോ കുഞ്ഞാടിനെ പോലെ? ഭാര്യയെ 4 വർഷം ഇട്ടിട്ട് പൊക്കളഞ്ഞു. പലവട്ടം പറഞ്ഞ് പോയി വിളിച്ചോ, വേണ്ട പ്രാർത്ഥിക്ക്, സർവ്വവ്യാപിയായ ദൈവം നിന്റെ ഭാര്യയോട് ഇടപെട്ടാൽ വരും. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ എൻ്റെ ഭാര്യ ഒരുമിച്ച് ആരാധിക്കുക ആലപ്പുഴ. കരങ്ങൾ ഉയർത്തിയോ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആരും പറഞ്ഞു തരാനില്ല മക്കളെ. വ്യഭിചാരവും പാവമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എൻ്റെ സുവിശേഷത്തെയും കുറിച്ച് ലജ്ജിച്ചാൽ ഞാനും മാനമേഘങ്ങളിൽ വരുമ്പോൾ നിങ്ങളെക്കുറിച്ച് ലജ്ജിക്കുമെന്ന്. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ പ്രൊട്ടിഷ്യൂട്ട് ഉണ്ട്. ആത്മീയമായിട്ടും നമ്മുടെ വീടിനടുത്ത് ചെല്ലണം, മനഃപൂർവ്വം ചെല്ലണം. ആദ്യമേ വയലൊരുക്കണം, പ്രാർത്ഥിക്കണം. ഒരാത്മാവിനെയും ചെയ്ത് ആഴ്ചകളോളം പ്രാർത്ഥിക്കണം. അരുൺ പാസ്റ്ററോടും മാത്യു പാസ്റ്ററോടും ദേവദാസിയോടും പറയുക, ഞാൻ ഒരാളെ എയിം ചെയ്യുകയാണ്, പ്രാർത്ഥിക്കൂ. സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന പത്രോസിനെ കാരാഗൃഹത്തിൽ നിന്ന് വിടുവിച്ചെങ്കിൽ നീ ജാതികളെ എന്നോട് അവകാശമായി ചോദിച്ചുകൊള്ളുക, ഞാൻ അവരെ നിനക്ക് തരാമെന്ന് പറഞ്ഞ് ദൈവം കണ്ടോ ചിന്നക്കനാലിൽ പോകുവാൻ. മിനിഞ്ഞാന്നും എൻ്റെ വർഗീസ് ബ്രദറിനോട് വിളിച്ചു വരും, മഴയാണല്ലോ. ഞാൻ പറഞ്ഞു ദൈവഹിതമാണ്, അയക്കും ദേവദാസ, ഭാരപ്പെടേണ്ട. അയക്കുന്നുണ്ടോ? കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ വടുതല എന്ന് പറഞ്ഞ സ്ഥലത്ത് ചുറ്റും മഴ പെയ്യുന്നു. 100 മീറ്റർ ചുറ്റളവിൽ മാത്രം മഴ നിർത്തി തന്നത് ഒരു SNDP കുടുംബത്തിൻ്റെ മാനസാന്തരത്തിനായിട്ടാണ്. ഇന്നും പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി വഴി നടത്താൻ മതിയായ ഒരു ദൈവമാണ് നമ്മളെ നയിക്കുന്നത്. അല്ലേ പാടരുത്, നായകനവൻ നമുക്കു മുൻപിലായി നൽവഴികളെ ഒരു പാടരുത്. ചുമ്മാ പാടി ശിക്ഷയ്ക്ക് പോകരുത്. പാടിയാൽ ബൈ ഫെയ്ത്ത്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹല്ലേലൂയ. മോശതാൻ വിശ്വാസത്താൽ വളർന്നപ്പോൾ എവിടാ? പ്രിൻസിന്റെ കൊട്ടാരത്തിൽ. അവൻ ആ കൊട്ടാരമോ അവന്റെ ഗ്രാൻഡ് ചിൽഡ്രൻ വിളിക്കുന്നു അവന് ഇഷ്ടമല്ല. സഹോദരങ്ങളുടെ കഷ്ടം കൊണ്ട് പാളയത്തിന് പുറത്തേക്ക് പോയെങ്കിൽ നിനക്കൊരു വളർച്ച ഉണ്ടെങ്കിൽ അടങ്ങിയിരിക്കത്തില്ല മകനെ. പരസ്യവുമായിട്ട് ഓടി നടന്ന് തെരുവിൽ പ്രസംഗിക്കാനല്ല, പേഴ്സണൽ ഇവാഞ്ചലിസമാണ് ഭൂമിയിൽ ഏറ്റവും വലിയ സുവിശേഷ വേല. ഒരുപാട് ആത്മാക്കളെ അഭിഷിക്തന്മാർ നേടിയതും അങ്ങനെയാണ്. പിന്നെ ദൈവാത്മാവ് ഹേമിപ്പിക്കുന്നെങ്കിൽ ജേക്കബ് അച്ചായനോട് വർഗീസിനോട് പറഞ്ഞാൽ ഞങ്ങൾ വരാം, നമുക്കൊരുമിച്ച് നിൽക്കാം, ഈ പട്ടണത്തിൻ്റെ എല്ലാ കോണുകളിലും പോകാം, അനേകരെ നേടാം. വീണ്ടും വലിയ ചർച്ചകളായി ദൈവം നമ്മളെ മാറ്റും. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സൂചിച്ചാട്ടെ. ഈ ചർച്ചിനൊരു ദൂതുണ്ട്. സക്കറിയ പ്രവചനം 8-ാം അധ്യായത്തിൻ്റെ 20 മുതൽ ഒന്ന് വായിച്ചാട്ടെ. സക്കറിയ പ്രവചനം ഞങ്ങൾ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ആമേൻ സ്തോത്രം, അവിടെ എഴുതി വച്ചിരിക്കുന്ന ചില ബോർഡുകൾ കണ്ടപ്പോൾ ദൈവാത്മാവ് തന്നൊരു ദൂതാണ്. സക്കറിയ പ്രവചനം 8-ാം അധ്യായം അതിൻ്റെ 20 മുതൽ. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇനി ജാതികളും അനേക പട്ടണങ്ങളിലെ നിവാസികളും വരുവാനിടയാകും. ഒരു പട്ടണത്തിലെ നിവാസികൾ മറ്റൊന്നിലേക്ക് ചെന്ന്, വരുവിൻ നമുക്ക് യഹോവയെ പ്രസാദിപ്പിക്കേണ്ടതിനും സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിക്കേണ്ടതിനും പോകാം, ഞാനും പോരുന്നു എന്ന് പറയും. അങ്ങനെ അനേക ജാതികളും ബഹുവംശങ്ങളും യെരൂശലേമിൽ സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിപ്പാനും യഹോവയെ പ്രസാദിപ്പാനും വരും. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ആ കാലത്ത് ജാതികളുടെ സകല ഭാഷകളിൽ നിന്ന് 10 പേർ ഒരു യഹൂദന്റെ വസ്ത്രാഗ്രഹം, ഒരു യഹൂദന്റെ, ആമേൻ, ഹിന്ദി മാത്രമല്ല, ഇംഗ്ലീഷ് മാത്രമല്ല, പല ഭാഷകളിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ലാംഗ്വേജ് കൊടുത്തതും വിദ്യാഭ്യാസം കൊടുത്തതും ചുമ്മാതിരിക്കാനല്ല, ഇതിനകത്ത് മീറ്റിങ്ങല്ല, ഓരോ ദിവസവും നടക്കാൻ വേണ്ടിയാ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. യഹൂദൻ എന്ന് പറഞ്ഞാൽ വചനത്തിന് വേണ്ടി ഓടുന്നൊരു ഗ്രൂപ്പുണ്ട്. ഈ പ്രോസ്പെരിറ്റിക്ക് വേണ്ടി ഓടുന്നത് പോലെ. എനിക്കറിയാം, എൻ്റെ മാതൃസഭ കോട്ടയത്തെ രാജോമിനേശ്വറിൻ്റെ ചർച്ചാണ്. ആമേൻ. എത്ര പേര് എവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്നറിയാമോ? പ്രിയരെ, വചനത്തിന് വേണ്ടി ദാഹിക്കുന്നവർ. ആമേൻ. ഈ ആലോചന കേൾക്കാൻ ഓടുന്നില്ല. ആൻറ്റി എവിടെ പോകണു? ഞാൻ ആലോചനയ്ക്ക് പോവുക. ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ഭയങ്കരനുമായവനെ ഒക്കടത്ത് വെച്ചുകൊണ്ടാണ് ആലോചന കേൾക്കാൻ പോകുന്നത്. അപ്പനുമായിട്ടൊരു റിലേഷൻ ഇല്ലേ? പിന്മാറ്റത്തില്ല.
നമ്മുടെ അപ്പനോട് സംസാരിക്കാൻ നമ്മൾ ഒന്ന് ട്രെയിൻ ചെയ്യണം. ചുമ്മാ പ്രാർത്ഥിച്ച് കർത്താവിനെ ഒന്ന് ഓർമ്മിപ്പിക്കേണ്ട. അവനറിയാം നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നത് എന്ന്. സ്വർണ്ണക്കട നശിച്ചെടുത്ത് ലക്ഷങ്ങൾ വിടിവെടുപ്പുള്ള വസ്തുവകൾ VS അച്യുതാനന്ദൻ്റെ തൊട്ട് കിഴക്ക് വശത്താണ് എൻ്റെ നഷ്ടപ്പെട്ട സ്ഥലം മുഴുവൻ. ഒരു വലിയ കോളനിയായി വിറ്റ് 1.5 സെന്റ് സ്ഥലം എനിക്ക് സ്വന്തമായിട്ടില്ല. പോകാൻ വാഹനവും 3 പേർക്ക് ഒരുമിച്ച് കൊടുത്തിരിക്കുക. എൻ്റെ ഉള്ളിലെ ആഗ്രഹം സ്വർഗത്തെ മഹത്വപ്പെടുത്താനാണെങ്കിൽ നിന്നെ ഉള്ളംകൈയിൽ കൊണ്ടു നടക്കുന്നൊരു ദൈവം, ഉള്ളത് കൊണ്ടൊന്ന് തൃപ്തിപ്പെടാൻ ഒരു വേണ്ട നന്മയും കരുണയും ആയുഷ്കാലം നിന്റെ പുറകെ അയക്കുന്നൊരു ദൈവം. ഹല്ലേലൂയാ, ആമേൻ. അവൻ്റെ വാക്ക് കേട്ട് അന്ന് രാത്രി ഈ പുസ്തകം ഒന്ന് തുറന്നു. എനിക്ക് ആദ്യമായിട്ട് തുറക്കുകയാണ്. എനിക്കിതൊന്നും അറിഞ്ഞൂടാ. അവൻ കത്തോലിക്കനായിരുന്നു. ഇന്ന് അവൻ രക്ഷയുടെ അനുഭവത്തിൽ സ്നാനപ്പെട്ടു. കാഞ്ഞിരപ്പള്ളി തമ്പലക്കാട് പെനിയൽ ഡീഡിക്ഷൻ സെൻ്ററിൽ ഒരു ശുശ്രൂഷകന വേതാളം പാവം, പോക്കറ്റടിക്കാരൻ. 10-15 ഏക്കർ സ്ഥലമുണ്ട് അവന്. എല്ലാം പോക്കറ്റടിച്ചുണ്ടാക്കിയത്. അർത്തങ്കപ്പള്ളി, തൃശ്ശൂർ പൂരം, അങ്ങനെ മണ്ണാർശാല, ആയില്യം, ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയി അടിച്ചുണ്ടാക്കി. ഇന്നെല്ലാം അവൻ സമർപ്പിച്ചു. ചുങ്കക്കാരൻ സക്കായി മാനസാന്തരപ്പെട്ടതുപോലെ ഇന്ന്. എന്താണെന്നറിയാവോ? ആദ്യമായി ഈ പുസ്തകം എന്നോടൊന്ന് തുറക്കാൻ പറഞ്ഞവൻ അവനാ. ഹല്ലേലൂയാ. അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ പറയുന്നത്, എങ്കിലും അറിയായ്മയുടെ കാലങ്ങളെ കണക്കിടാതെ എല്ലായിടത്തും എല്ലാവരും മനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് ബൈ ബർത്ത് പാപിയാണ് നമ്മൾ. അതാണല്ലോ സങ്കീർത്തനം 51:5 പറയുന്നത്, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മയൻ. അതല്ലേ റെനീജോർ സ്വന്തം കുഞ്ഞമ്മെ കൊന്നവൻ ഇന്ന് ബാംഗ്ലൂർ 258 പ്രിസണിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് CBSE സിലബസ് സ്കൂൾ നടത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങളെ പോലുള്ള കൊടും പാപികളെ, ആദാമീയ പാപം, ഇനി പാപം ചെയ്യരുത്. ഇതിനോടുള്ള കോംപ്രമൈസ് ആണ് ഏറ്റവും വലിയ പാപം. ഇതിൽ നിന്നൊന്ന് നീക്കിയാലോ കുറച്ചാലോ കൂട്ടിയാലോ അത് പാപമാണ്. പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതിയത് അറിയാലോ അല്ലേ? അന്തപ്പോസിനെ കൊന്ന കാലത്തും നീ എന്നിലുള്ള വിശ്വാസം തെളിച്ചിട്ടില്ല. പക്ഷേ ചെറിയൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. ബലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്ന ബാലാക്കിൻ്റെ ഉപദേശർ, തുട്ടുബേങ്കോ, പണക്കൊതിയന്മാരായവർ നിന്റെ കൂടെയുണ്ട്. മനസാന്തരപ്പെട്ടോ എന്നാ പറയുന്നത് സഭയോട്. ആത്മാവ് സഭകളോട് പറയുന്നവൻ ചെവിയുള്ളവനൊന്ന് കേട്ടോ. ഹല്ലേലൂയ. നിനക്ക് സമ്പത്ത് തന്നിട്ടുണ്ടോ? നിനക്ക് വാഹനം തന്നിട്ടുണ്ടോ? അവൻ നിനക്ക് താമസിക്കേണ്ടേക്കാളധികം വീടുകൾ തന്നിട്ടുണ്ടോ? എല്ലാം ദൈവരാജ്യം. അതാ ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളെന്നും നിങ്ങളെ ഞാൻ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാർ. ഇവൻ ഈ പെൻ ആൾസോ നമ്മളെ പർച്ചേസ് ചെയ്തിരിക്കുക. ഇനി എൻ്റേതൊന്നുമില്ല ഭൂമിയിൽ. അതാണ് ദേ ഓടി നടക്കുകയാണ് ഭ്രാന്തനെ പോലെ. ആത്മപൂർണൻ ഭ്രാന്തനും പ്രവാചകൻ ഭോഷനുമാണ്. ഒരു വട്ട് വരണം നമുക്ക്. പറഞ്ഞോട്ടെ, എന്ത് വേണേ പറയട്ടെ. നിങ്ങൾക്ക് മുമ്പേ ഉള്ള പ്രവാചകന്മാരെ ഇങ്ങനെ തന്നെ. നിങ്ങൾക്ക് ഇത് ഗുരുവിനേക്കാൾ വലിയ ശിഷ്യനൊന്നും ആകണ്ട മക്കളെ. പറ്റുമോ? ആ പോക്കറ്റടിക്കാരൻ തന്ന ബൈബിളൊന്ന് തുറന്ന് വായിച്ചപ്പോൾ റോമാന്നാ കിട്ടിയത്. ഞാൻ ആദ്യമായിട്ട് തുറക്കാം. മോനെ റോമാന്ന് എഴുതിയിരിക്കുന്നല്ലോ. ആ 10-ാം അധ്യായം വായിക്കാൻ പറഞ്ഞു. 1 മുതൽ വായിച്ച് 9-ാം വാക്യം. അതാ നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്നത്. യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ദൈവം അവനെ മരിച്ചവരിടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് അതരം കൊണ്ടൊരേറ്റ് പറഞ്ഞാലോ സത്യപ്രതിജ്ഞയാണ്. കണ്ടില്ലേ, MP സുരേഷ് ഗോപിയും സഹോദരങ്ങളൊക്കെ പോയിട്ടുണ്ട്. 5 വർഷം കഴിഞ്ഞ് എത്ര നല്ല ഭരണം വെച്ചാലും ഏതൊക്കെ മാതാവിന് കിരീടം കൊടുത്താലും ഇങ്ങ് പോകുന്നതൊക്കെ ഒത്തുള്ളൂ. പക്ഷെ നമ്മൾ പോരണ്ട. കരങ്ങൾ ഉയർത്തിയൊന്ന് ദൈവത്തെ ആസ്വദിച്ചാട്ടെ. നമ്മുടെ തിരഞ്ഞെടുപ്പ് സ്ഥിരമായുള്ള തിരഞ്ഞെടുപ്പാണ്. ആമേൻ. നമുക്ക് പൊളിറ്റിക്സും പാടില്ല കേട്ടോ. ചിലർ പ്രാർത്ഥിക്കും സുവിശേഷത്തിന് അനുകൂലമായ സാഹചര്യം. എന്തിന്? എടാ, ഇവിടെ വിശ്വാസം കണ്ടെത്തുമോ? പെടലിക്ക് വാള് കൊണ്ടുവച്ചിട്ടുണ്ട് 6 മുള വെച്ച്. അവൻ സമൂസയും ചായയും മേടിച്ചു. നമ്മുടെ മുൻഗാമികളെ നമുക്ക് ബ്ലോക്കായത്. ഇതുപോലെയുള്ള സാക്ഷ്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അവർ ഞങ്ങളുടെ വീട്ടിലൊന്ന് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും. അതാ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ശക്തി ലഭിച്ചതിന് ശേഷം നിങ്ങളുടെ സാക്ഷ്യം പറയണം വിത്ത് വചനം. ആമേൻ. ഹല്ലേലൂയ. അന്ന് ആ പോക്കറ്റടിക്കാരൻ എൻ്റെ പാസ്റ്റർ എന്നോട് പറഞ്ഞു അതിലോട്ട് കൈവെക്കാൻ പറഞ്ഞു.
ആരാ? ബലയാമനോട് കഴുതയെ കൊണ്ട് സംസാരിപ്പിച്ചതുപോലെ പോക്കറ്റടിക്കാരനും കഞ്ചാവ് വിൽപ്പനക്കാരനും ഒരുമിച്ച് ജയിലിൽ വെച്ച് ഐക്യമത്യപ്പെട്ടു. അറിയാമയുടെ കാലങ്ങളെ കണക്കിടാത്ത ദൈവം ഞങ്ങളുടെ യൂണിറ്റിയെ കർത്താവ് ശ്രദ്ധ വെച്ച് നോക്കി. ആമേൻ. ഇവിടെ കൈവച്ച് പ്രാർത്ഥിക്ക് ഒരു ജാമ്യത്തിന് വേണ്ടി. നമ്മുടെ ഇനി ക്രിസ്ത്യാനിയാകണം. എൻ്റെ വിചാരം ഇനി തോമാച്ചനോ ഗീവർഗീസോ എന്നൊക്കെ പേര് മാറ്റി അവൻ ഒന്നും വേണ്ട, നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടില്ലേ, നീ നിന്റെ വഴിക്ക് പോവുക. അത് രണ്ടുപേരും കൂടെ കർത്താവിനെ പറ്റിക്കാൻ പോവുക. കൈവച്ച് അവൻ എന്നോട് പറഞ്ഞിരിക, ഒരു ജാമ്യം തന്നാൽ ഞാൻ ക്രിസ്ത്യാനി ആയിക്കണം. വേറെ വലിയ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഇതുവരെയുള്ള പാപ ഒന്നും അറിയാൻ, ബാക്കി ദൈവം എന്നിട്ട് നമുക്ക് മീഡിയേറ്ററായിട്ട് നിൽക്കുക. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനായി നിൽക്കുന്നവൻ ബാക്കി അങ്ങ് ഏറ്റു പറഞ്ഞെന്ന്. കരങ്ങൾ ഉയർത്തിയോ ദൈവത്തെ സ്തുതിച്ചാട്ടെ. തൃശ്ശൂർ പൂരത്തേക്കാൾ വലിയൊരു വെടിക്ക് രണ്ടാത്മാവിനാണ് നേടിയത്. 2024 മെയ് മാസം 18-ാം തീയതി വരെ ജയിലിൽ കിടക്കേണ്ടവനാണ് നിങ്ങളുടെ മുമ്പിൽ ഇവിടെ നിൽക്കുന്നത്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അവൻ അടച്ചാൽ തുറക്കാൻ ആരുമില്ല, അവൻ തുറന്നാൽ അടയ്ക്കാൻ ഒരുത്തനും പറ്റത്തില്ല. പിറ്റേ ദിവസം നിയമം മാറ്റി. അതാ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പ്രാർത്ഥനയുടെ ഉത്തരം. ആമേൻ. പിന്നെന്താ നമുക്ക് കിട്ടാത്തത്? നമ്മുടെ കുറവാ. നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കയാൽ, കർത്താവേ എനിക്കുള്ളത് 5-6 കാറുണ്ട്. മകനൊക്കെ ബിസിനസ് ഭയങ്കര വണ്ടി കച്ചവടക്കാരാണ്. ഫിലിം സ്റ്റാർസുകാർക്കും അവർക്കൊക്കെ വണ്ടി, ഒരു വണ്ടി വർഗീസ് അവിടെയുണ്ട്, ജേക്കബ് ചാനും 3-4. ഞാൻ എൻ്റെ ബുദ്ധി പറയും, മക്കളെ നിന്നെ അവർ കാറ്റ് പോലും അടിക്കാതെ നീ പോകേണ്ടടുത്ത് അവരെ കൊണ്ട് ഓടിപ്പിച്ചുകൊണ്ട് ഞാൻ പൊക്കോളാം. കരങ്ങൾ ഉയർത്തി ദൈവത്തെ ആസ്വദിച്ചാട്ടെ. ഒന്നും ചെലവിടേണ്ടെന്ന്. നമ്മുടെ സഹോദര അപ്പോസ്തോലിക കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ തനിക്കുള്ളത് ഒക്കെയും സ്വന്തമെന്നവർ കരുതാതെ തങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ദശാംശ ജീവിതമല്ല പുതിയ നിയമ ജീവിതം. കരങ്ങൾ ഉയർത്തിയോ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ജേക്കബ്രാന്റെ വീട്ടിൽ ഇപ്പോൾ വല്ലവരും ഉണ്ടോ? സെൻട്രൽ ഉണ്ടോ? പെന്നി കിടപ്പുണ്ടോ വല്ലവരും? ഇല്ല. ചിലപ്പോൾ 5, 10, 12 പേര് തോപ്പുംപടിയിൽ ഭിക്ഷാടകർ ഉൾപ്പെടെ അവിടെ കിടക്കുന്നത്. ആരും അറിയത്തില്ല. നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനാ. ആ പ്രാർത്ഥന ദൈവം അന്ന് കേട്ടു, നിയമത്തെ മാറ്റി. സദൃശ്യവാക്യം 21-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് പോലിരിക്കുന്നു, അവൻ ഇഷ്ടമുള്ളിടത്തേക്ക് അവനെ തിരിക്കും. ഹോളി ഗവൺമെന്റ്. ആ ക്യാബിനറ്റിൽ മാത്രമേ അത്ഭുത മന്ത്രിയുള്ളൂ. വേറെ ഒരു ക്യാബിനറ്റ് ഭൂമിയിലെങ്ങും ഇല്ല. അവൻ വീരനാം ദൈവമാ, അവൻ രാജാതി രാജാവാ, അവൻ സമാധാനത്തിന്റെ പ്രഭുവാ. മറ്റത് ലഹരിയില്ലാതെ കണ്ണു തുറക്കാതെ പറ്റാന്ന് എനിക്ക് ഇന്ന് വേണ്ട ലഹരി ഇതാ. ആമേൻ. ഇന്ന് പ്രഭാതത്തിലും 3 മണിക്ക് ഇത് കുടിച്ചിട്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. പിറ്റേ ദിവസം രാവിലത്തെ പത്രം വരുന്നത്, NDPC ആക്ടിൽ പിടിക്കപ്പെട്ടവർക്ക് മെന്റൽ ഹെൽത്ത് ആക്ട് പ്രകാരം ജാമ്യത്തിന് അപേക്ഷിക്കാം. അവൻ അത്ഭുത മന്ത്രിയാണോ? അവൻ വീരനാം ദൈവമാണോ? അവൻ നിത്യസമാധാനം. അപ്പം നിനക്കൊരു ക്രൈസിസ് ഉണ്ടെങ്കിൽ, ഒരു വിഷയം നിനക്കുണ്ടെങ്കിൽ, നീ രഹസ്യത്തിൽ കാണുന്ന പിതാവുമായിട്ട് 1 യോഹന്നാൻ 1:7 ഏറ്റുപറ. ആമേൻ. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ ആമേൻ. നമുക്ക് അപ്പാ നമുക്ക് ഉണ്ടെന്ന് ഇല്ലെന്നൊന്നും പറയാക്കത്തില്ല. നമ്മളിലും കുറവില്ലാത്ത ഒരുത്തനുമില്ല. ഓരോ ദിവസവും ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ച് ദിവസേന ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവിതമാണ് ക്രിസ്ത്യൻ ലൈഫ്. അതെ, അതല്ലേ പൗലോസ് പറഞ്ഞത് റോമർ 7-ൽ, ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയത്രേ ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്നുവെങ്കിലോ അത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. എന്നിലെന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ പാപം വസിക്കുന്നു എന്നൊരു പ്രമാണം കൂടെ ഞാൻ കാണുന്നു. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. പക്ഷെ തമ്പ്രാൻ്റെ അടുത്തെല്ലാം തുറന്നു. എന്നും ഇവിടെ കുമ്പസാരമുണ്ട്. മാത്യു പാസ്റ്ററും അരുൺ പാസ്റ്ററും വരുന്നതിന് മുൻപേ ചർച്ച വന്ന്, അമേൻ അപ്പാ ഇന്ന് എന്നോട് സംസാരിക്കണമേ, എന്നെ ഒരു ഡിവൈൻ ഓപ്പറേഷൻ ചെയ്യണമേ, എനിക്കൊരു മാനസാന്തരത്തിനുള്ള ദൂത് തരണമേ എന്ന് പ്രാർത്ഥനയോട് ഇരിക്കുമ്പോഴേ ഇത് ഏറ്റെടുക്കാൻ വലിയ സമയം നോക്കിക്കൊണ്ടിരിക്കും. എത്ര മണിയായാലും. പ്രിയരെ, ഒരുവന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവന്റെ ഗമനത്തെ സ്ഥിരമായി. എനിക്ക് ജാമ്യത്തിൽ ലക്ഷങ്ങൾ വേണം. ജാമ്യത്തിന് ജയിലിൽ കിടക്കുന്ന എനിക്ക് വിടുന്ന പൈസ വീട്ടുകാർക്ക് മുഖാന്തരം ഒരുക്കി, എൻ്റെ കുഞ്ഞു പെങ്ങൾക്കൊരു വിവാഹം ഒരുക്കി. എൻ്റെ അമ്മാവൻ ഡോക്ടറാണ്.
ഇന്ന് 5-6 പേരുണ്ട് ഡോക്ടർമാർ. ഒരു ഹോസ്പിറ്റലുണ്ട് ആലപ്പുഴ പറവൂര്. പ്രിയരെ, ഒരു കള്ള സർട്ടിഫിക്കറ്റ് അവരൊരുക്കി. ഈ ഹിന്ദു നായർ ആക്ട് പ്രകാരം ജീവനാംശം ഒഴിഞ്ഞു കൊടുക്കണം. എന്നാലേ ഞങ്ങളെ അറിയുന്ന വീട്ടുകാരല്ലേ ഞാൻ വഴക്കുണ്ടാക്കും. ആമേൻ. അതിനവർ ജീവനാംശം ഒഴിയാൻ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എന്നെ ജാമ്യത്തിന് ഇറക്കാൻ വന്നു. പക്ഷേ എൻ്റെ പുസ്തകത്തിൻ്റെ മുമ്പിൽ സത്യവേദ പുസ്തകം. ഇവൻ്റെ മഹത്വം മറ്റൊരുത്തിനും, ഒരു ഡോക്ടറിനും ഒരു വക്കീലിനും കൊടുക്കത്തില്ല. പ്രിയരെ, ഹല്ലേലൂയാ. ഈ ബെയിൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തു. ആ മജിസ്ട്രേറ്റ് രക്ഷയിൽ വന്നു. വൈക്കത്ത് പ്രഭാവതി ചേംബറിനകത്ത് വക്കീൽ കയറി. ഒരു കല്യാണം മുടങ്ങിപ്പോകും മാഡം, പ്രഭാവതി എന്ന പേര്, പ്ലീസ് ഒരു ജാമ്യം. പബ്ലിക് ന്യൂസൻസ് ഇല്ലാതെ 6 മാസത്തിനകം സുബോധത്തിൽ ചികിത്സിച്ച് റിപ്പോർട്ട് തരണം. ആഴ്ചയിൽ പുന്നപ്പുറ പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിടണം. അങ്ങനെയാണെങ്കിൽ 25,000 രൂപയുടെ 2 ബോണ്ട് വെച്ച് എന്നെ ഇറക്കാം. എനിക്ക് സുബോധം കിട്ടി. എന്നാണെന്നറിയാമോ? പോക്കറ്റടിക്കാരൻ 18/10/99 ആലപ്പുഴ ജയിലിലേക്ക് വെച്ച് ഇതിൽ കൈവെക്കാൻ പറഞ്ഞപ്പോൾ തെക്കപ്പൊലി നാട്ടിൽ, അതായത് ഗദരദേശത്ത് കർത്താവിൻ്റെ കാല് കുത്തിയപ്പോൾ 6000 ഭൂതം വിടുവിക്കപ്പെട്ടവൻ സുബോധമുള്ളവനായി തീർന്നതുപോലെ ആ ജയിലിൽ വെച്ച് എനിക്ക് സുബോധം വന്നെങ്കിൽ പിന്നെ എനിക്കിനി ചികിത്സയുടെ കാര്യമില്ല. ഓരോ ദിവസവും ഈ മരുന്ന് ഞാൻ കഴിച്ചാൽ മതി. ആമേൻ. അത്ഭുതകരമായി എന്നെ ജയിലിൽ നിന്ന് റിലീസ് ചെയ്തു. ഞായറാഴ്ചകളിൽ പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അമ്മ തന്നെ തടസ്സം. നോക്കിക്കേ, ഇത്രയൊന്നും വേണ്ട. ആരെങ്കിലുമൊക്കെ രക്ഷിക്കപ്പെട്ടിരുമ്പോൾ പള്ളിയിലച്ചന്മാർക്ക് അപ്പോഴാണ് സ്നേഹം തുടങ്ങുന്നത്. ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ് പലതും. ആമേൻ. ആചക്ക ബ്രദർ ആയതുകൊണ്ട് അവിടെ പിടിച്ചു നിൽക്കുന്നു വെച്ചാൽ ഈ ഒരു പ്രവർത്തനം ഉള്ളത് കാരണം. പ്രിയരെ, 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ മാറ്റപ്പെടാനിടയായി. അച്ഛൻ ഇന്ത്യൻ കോഫീസിൽ ഒരു ബോർഡ് മെമ്പറാണ്. ഞാൻ മൂലം അച്ഛൻ മരിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ തലവേദന പലപ്പോഴും ജയിലിൽ വന്ന് ഇറക്കിക്കൊണ്ടുവരിക. അങ്ങനെ അച്ഛൻ എൻ്റെ മാനസാന്തരം കണ്ടതിന് ശേഷമാണ്. ഹിന്ദു നായർ സമുദായത്തിലുള്ളവർക്ക് മൂത്ത മോൻ ബലികർമ്മങ്ങൾ ചെയ്യണം. ഛർദ്ദിച്ചത് പിന്നെ ഭക്ഷിക്കാൻ ഒക്കത്തില്ല മക്കളെ. ഞാൻ ചെയ്തില്ല. അന്ന് ആ NSS കരയോഗത്തിലെ സഹോദരങ്ങൾ ഡെഡ് ബോഡിയുടെ മുമ്പിൽ വെച്ച് എൻ്റെ അമ്മയെ കൊണ്ട് അമ്മേനെ അവർ പറയിപ്പിക്കും, ഇങ്ങനൊരു മകൻ ഇല്ല. അതാ ഞാൻ പാടിയത്. കൂട്ടം വെറുത്തു, കുലവും വെറുത്തു, കൂട്ടുകാരും വെറുത്തു, എന്നാൽ കൂട്ടായി തീർന്നൊരു സ്വർഗം. ഹല്ലേലൂയാ. ബാലിന് മുട്ടുപടക്കാത്ത 7000 പേരെ നിനക്കായി ഞാൻ ഈ പട്ടണത്തിൽ. അന്ന് എന്നെ എൻ്റെ മൊറാജി ബ്രദർ, ആലപ്പുഴയിലെ ഗ്രേസ് ചർച്ച് കോഡിൻ്റെ പാസ്റ്റർ, 3 ബാർ നടത്തിയ സഹോദരൻ്റെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. 3 ബാർ നടത്തിയ ആളിൻ്റെ വീടെന്ന് ചിന്തിച്ചു. എൻ്റെ വീട്ടിൽ അന്ന് AC ഇല്ല. AC റൂമിൽ എന്നെ കിടത്തി 1.5 വർഷം അവിടെ ട്രെയിൻ ചെയ്തു. അതാണ് എൻ്റെ ഫസ്റ്റ് സെൻറ്റർ എക്സ്പീരിയൻസ്. അതാണ് ഇവർക്കെല്ലാം പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ആദ്യമായി ഒരു പരസ്യയോഗത്തിന് തിരുവനന്തപുരം പേരുക്കടയിൽ പോയി. KC തോമസ് പാസ്റ്ററിൻ്റെ അനക്സ് ചർച്ച്. അവിടെ ഉച്ചയ്ക്ക് ഉണ്ണാനിരുന്നപ്പോൾ ആ പാസ്റ്ററിനോട് ചോദിച്ചു, ഒരു വിവാഹം കഴിക്കണ്ടേ? ഞാൻ ചിരിച്ചു. 1/2 സെന്റ് സ്ഥലം അന്നുമില്ല ഇന്നുമില്ല. എന്നെ ആര് കെട്ടാനാ? കെട്ടും സഹോദര. ഒരു മിഷണറി വേല ചെയ്യുന്ന ഒരു സഹോദരി, അവൾ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, ഗീത എന്നാ പേര്. ആമേൻ. നമ്മൾ ആ കുട്ടിയെ വിളി. സകല കാര്യങ്ങളും. 1/2 സെന്റ് സ്ഥലമില്ല, കഞ്ചാവ് വിറ്റു, തെറ്റായി ജീവിച്ചു, വീട്ടിൽ കയറ്റത്തില്ല. ട്രെയിനെ, ഒരു പെൺകുട്ടിക്ക് എന്തെല്ലാം ആഗ്രഹമാണ് ഒരു വിവാഹത്തിൽ. അതൊന്നും നടക്കത്തില്ല കുഞ്ഞെ. ഒരു ട്രെയിനെ വന്ന് 4 പാസ്റ്റർമാരുമായിട്ട് പ്രാർത്ഥിച്ച് നാരങ്ങ വെള്ളവും കുടിച്ച് തിരിച്ച് ആലപ്പുഴ പോകും. സമ്മതമാണ്. അതിനും സമ്മതിച്ചു. പക്ഷെ നിന്റെ വിചാരമല്ല എൻ്റെ വിചാരം. ആഗ്രഹിക്കുന്നതിനെയും നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തം അതാണ് പാസ്റ്റേഴ്സ്. ഞാൻ വളരെയധികം മാത്യു പാസ്റ്ററെ, അതായത് ആ ഒരു പാട്ടിനും അത് ശുശ്രൂഷ, ചുമ്മാ പാടി വിറച്ചതുള്ളി താഴെ വീണ് ഉരുണ്ട് വിരളുന്നൊന്നും അല്ല. അത് ഗാന ശുശ്രൂഷ. അതിൽ തന്നെ മെസ്സേജുകളുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾ പാടിയതിൽ. മക്കളെ, അങ്ങനെ ഒരുക്കുന്ന ഒരു പാസ്റ്ററായിരുന്നു എൻ്റെത്. തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞു, വിവാഹമായെങ്കിൽ നമുക്ക് വീട്ടിൽ പോകാം. ഞാൻ പറഞ്ഞു, അമ്മ പടിയടച്ച് വിണ്ണം വെച്ചെങ്കിൽ പിന്നെ അതല്ല, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. സങ്കീർത്തനം. ആമേൻ, സ്തോത്രം. ശത്രുക്കൾ കാങ്ക ഞാൻ നിനക്ക് വിരുന്നൊരുക്കും. എന്നെ എന്ന് പടിയടച്ച് വിണ്ണം വെച്ചോ അതേ ദിവസം അച്ഛൻ്റെ ആണ്ടുബലി
എൻ്റെ വീട്ടിൽ നടക്കുമ്പോൾ ഞങ്ങൾ വാഹനത്തിൽ ചെന്നു. ഞാൻ പറഞ്ഞു ഇവരെല്ലാം BJP-ക്കാരാണ്, നമുക്ക് തിരിച്ചേടാ മുൻപടയായി പിൻപടയായി പോകണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ വന്നത്. 2 എണ്ണം തരുവാണെങ്കിൽ ഞാൻ ആദ്യം കൊണ്ടോളാം. പക്ഷെ തൊടിയിപ്പിച്ചില്ല. തലമുടി നാരെ തൊടണമെങ്കിൽ സ്വർഗം അനുഭവിക്കണം. ആമേൻ. എൻ്റെ അമ്മ നായന്മാരിൽ തന്നെ ഈ വകഭേദമുണ്ട്. മേനോൻ, നമ്പ്യാർ, പണിക്കര്, അങ്ങനെ മാരാന്മാര്. 8 വീട്ടിൽ പിള്ളമാരാണെങ്കിലേ കെട്ടിക്കത്തുള്ളൂ. ഒരു വഹയും ചോദിച്ചില്ല, വായടച്ചു ദൈവം. ആമേൻ. ആ പെൺകുട്ടിയോട് ഇവൻ്റെ കാര്യമെല്ലാം പറഞ്ഞു. ഈ വീടൊന്നും കണ്ടോണ്ട് ഇവന് കല്യാണം ആലോചിക്കുക സർവ്വതും പറഞ്ഞു. എന്നിട്ടും ഇനി ആ പെൺകുട്ടി ഇവനെ കെട്ടാൻ തയ്യാറാണോ? അതെ, താ ഫോൺ നമ്പര്. എൻ്റെ അമ്മ അന്ന് ആദ്യമായിട്ട് ജീവിതത്തിൽ പുറത്തുനിന്നൊരു ഭക്ഷണം കഴിക്കുന്നത് എൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന്. എൻ്റെ ഭാര്യ, ഞാൻ ജാതി പറയല്ല, കാർപ്പൻ്റർ സമുദായത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. നോക്കിക്കേ, ഈ 8 വീട്ടിൽ പിള്ള കൊച്ചമ്മ വന്ന് അവിടുന്ന് ഉണ്ണിപ്പിക്കണേൽ എൻ്റെ ദൈവം എത്ര വലിയവൻ. ഹല്ലേലൂയ. 19 ദിവസം കൊണ്ട് ആലപ്പുഴ നടുവിലപ്പറമ്പ് കുടുംബത്തിൽ നടന്ന വിവാഹത്തിനേക്കാൾ കേമമായി തിരുവനന്തപുരം പേരുക്കട അഖിലം ഓഡിറ്റോറിയത്തിൽ വെച്ച് പാസ്റ്റർ ലാസർ വി. മാത്യു പാസ്റ്ററിന്റെ കരം സ്വർഗം ഉപയോഗിച്ച് ഒരു വിശുദ്ധ വിവാഹം എനിക്ക് നടത്തി. ആമേൻ. ആരുമില്ലാതെ നടന്നവനൊരു തുണ. ഇന്നും ഞങ്ങൾ 2 പേരും, മക്കളില്ല ഞങ്ങൾക്ക് മക്കളെ, ഒരുപാട് ആത്മീയ മക്കൾ ഇതുപോലുണ്ട്. റോബിനെ പോലെ പാസ്റ്റർമാർ 5-8 പാസ്റ്റർമാരുണ്ട്. ആമേൻ. ഡൽഹിയിൽ 85 പേരുടെ ധ്യാനം നടത്തി. 4 പേര് ഇന്ന് പാസ്റ്റർമാരാ. പോരെ മച്ചിയായ വിളി, സന്തോഷിച്ചോളാം. ഞങ്ങൾക്ക് മക്കളുണ്ട്. ഞങ്ങൾക്ക് എൻ്റെ കാര്യം ഞാൻ പറയുന്നത്, മറ്റുള്ള കാര്യമില്ല. വേലയ്ക്ക് പോകാനൊക്കത്തില്ല. 2009 ഈ വർഗീസ് ബ്രദറുമായിട്ട് കാത്തലിക് ചർച്ച് വെച്ച് പരിചയപ്പെടുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഈ ക്യാമ്പിൻ്റെ തുടക്കക്കാരനായി ഇവിടുന്ന് കലവും ചട്ടിയും എല്ലാം പെറുക്കി വയനാട് കൊണ്ടുവന്ന് ധ്യാനകേന്ദ്രം തുടങ്ങി. ഇതാ ഇന്ന് ചിന്നക്കനാലിലേക്ക് പോകാൻ മകനെ ഉപയോഗിച്ച് ഞങ്ങൾ വാഹനവുമായി വന്നിരിക്കും. വേണോ ഈ ദൈവത്തെ? ഒരു സ്റ്റെപ്പ് വെക്കുവാൻ നിങ്ങളുടെ വിളിയാലുള്ള ആശ ഒന്ന് വായിച്ചാൽ മതി. എഫെസ്യർ ലേഖനം ആമേൻ 1-ാം അധ്യായം അതിൻ്റെ 15 മുതൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആമേൻ. എഫെസ്യർ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 15 മുതലുള്ള വാക്യം. ആ 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 ആ. പൗലോസിന്റെ ഒരു പ്രാർത്ഥനയാണ്. കൃപാവരത്തിന്റെ ആ വലിയ ബഹുത്വം ഉണ്ടായിട്ട് ഈ സഭ ഭിക്ഷാടകരെ പോലെ അലഞ്ഞുകൊണ്ടിരിക്കുക. സദൃശവാക്യം 19-ാം അധ്യായത്തിന്റെ 17 പറയുന്നു, എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു, അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കും. ഹല്ലേലൂയ. കർത്താവിനെ പ്രസാദിപ്പിക്കാൻ വേറൊരു വഴിയുമില്ല. നമ്മുടെ പോക്കറ്റിലെ കനത്തിലല്ല. എളിയവരെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. ഏറ്റവും എളിയ സഹോദരങ്ങൾക്കൊരുവന് നിങ്ങൾ ചെയ്ത് 6-7 വ്യഭിചാരികളായ സഹോദരിമാർ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ താമസിച്ചിട്ടുണ്ട്. സമൂഹം ഒരുപാട്. പക്ഷെ ഇന്ന് ആലപ്പുഴയിൽ പോലീസുകാർ വിമുക്തിയുടെ കൂടെ നടന്ന് യേശുവിൻ്റെ സാക്ഷ്യം പറയാൻ വല്ലവർക്കും പറ്റുമോ മക്കളെ? നിങ്ങളില്ല ആ സഹോദരനും എൻ്റെ സാധാ മൊബൈൽ, ആ മൊബൈലിൽ നോക്കിക്കോണം. എക്സൈസ് കമ്മീഷണറെ നിർത്തിക്കൊണ്ട സ്കൂളുകളിൽ യേശുവിനെ പ്രസന്റ് ചെയ്യുന്നത്. ആമേൻ. ഋഷിരാജ് സിംഗ് സാറ് കമ്മീഷണറായിരുന്നപ്പോൾ 27-ാമത്തെ വാർഷികത്തിന് 27 പേരെ ആദരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് 17 കോടി രൂപ ഒരു മാസം എക്സൈസ് വകുപ്പ് ചെലവാക്കുന്നുണ്ട്. ഇതിൻ്റെ ജേക്കബ് ഉണ്ടായിരുന്നു ബോധവൽക്കരണത്തിന്. ഒരെണ്ണത്തിനെ നിർത്താൻ പറ്റിയിട്ടില്ല. അന്ന് പുതുജീവന് കിട്ടിയ ഈ അഫിലേഷൻ. ഞങ്ങൾ ഒരു ഗ്രാൻറ്റും മേടിക്കത്തില്ല. മേടിച്ചാൽ സെക്കുലറായിട്ട് യേശുവിനെ കൊടുക്കണം. റോബിനും ഞാനും പച്ചയായ സാക്ഷ്യം പറയും. സാക്ഷ്യത്തെ ഖണ്ഡിക്കാൻ ഒരുത്തരും പറ്റത്തില്ല. അവൻ ന്യായാധിപതി ചോദിച്ചു,
നീ എന്നെയും ക്രിസ്ത്യാനിയാക്കുവാൻ പോകുന്നു. അതെ, നീ മാത്രമല്ല, ഈ ചങ്ങല ഒഴികെ എൻ്റെ പ്രസംഗം കേൾക്കുന്ന എല്ലാവരും ക്രിസ്ത്യാനിയാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഹല്ലേലൂയ. അവൻ്റെ വിളിയാലുള്ള ആശ സഭ തിരിച്ചറിയണം. നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ആമേൻ. യേശുവിനെ ഉയർപ്പിച്ച ആത്മാവാണ് നമ്മൾ അതേ പറഞ്ഞത്. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവൃത്തി ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുത്ത് പോകുന്നത് കൊണ്ട് അതിൽ വലിയവ നിങ്ങൾ ചെയ്യും. സഹോദരിമാരെ പ്ലീസ്, സഹോദരന്മാരെ, അങ്കിളുമാരെ, അച്ചായമാരെ, ആമേൻ, ഒന്നിറങ്ങാം. ആമേൻ. സത്യമായിട്ടും ഈ സഭയിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജോലിയിലോ ബിസിനസ്സോ ഹൗസ് വൈഫോ എക്സോർ വൈ എവിടെയും ആകട്ടെ, അവിടെ തന്നെ കൊയ്ത്തിനായി നിലങ്ങൾ വിളഞ്ഞിരിക്കുകയാണ്. കണ്ണുകൾ അടച്ചാട്ടെ, എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചാട്ടെ. കേട്ട വചനപ്രകാരം ഇന്ന് ഞാനൊരു പുത്തൻ അനുഭവത്തിലേക്ക്, ഒരു തീരുമാനത്തിലേക്ക് വരികയാണ്. എന്നെ കൊണ്ടാകുന്ന സഭയിലെ സാക്ഷ്യം ഇവിടെ ഇല്ലാത്തതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സാക്ഷ്യമെന്ന് പറഞ്ഞാൽ 1 വീക്ക് ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച ആ പ്രവർത്തനത്തിൻ്റെ റിസൾട്ട് ഷെയർ ചെയ്യുന്നതാണ് ടെസ്റ്റ് മോണി. ആമേൻ. ഇന്ന് മുതൽ ഇപ്പോൾ മുതൽ ഞാൻ ആയിരിക്കുന്ന ദേശത്ത്, ആയിരിക്കുന്ന ഓഫീസിൽ, ആയിരിക്കുന്ന ബിസിനസ് സ്ഥാപനത്തിൽ, എൻ്റെ ഭവനത്തിൻ്റെ അടുത്ത് ഇവനെ ഉയർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവന് വേണ്ടി ജീവിക്കുവാൻ, മുൻപിലുള്ള പരമവിളിയുടെ ലാക്കിലേക്കോടി ഓട്ടം തികയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ളവരൊന്ന് കരങ്ങൾ ഉയർത്തിയാട്ടെ. ഞാൻ ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് എഴുന്നേച്ചാട്ടെ. ഉന്നതി വെടിഞ്ഞവനെ, മണ്ണിൽ താണു വന്നവനെ, ഉന്നതി വെടിഞ്ഞവനെ, മണ്ണിൽ താണു വന്നവനെ, എനിക്കായിട്ടല്ലയോ ക്രൂശിന്മേൽ ജീവനെ തന്നത്, എനിക്കായിട്ടല്ലയോ ക്രൂശിന്മേൽ ജീവനെ തന്നത്. കാൽവരി യാഗ സമയത്തും ഒരാത്മാവിനെയും കൊണ്ടുപോയ ആത്മാവാണ് നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുത്തു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന്. സ്മരണയുടെ പുസ്തകത്തിൽ ഡെയിലി നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ജീവന്റെ പുസ്തകത്തിലൊന്നും പേരെഴുതിയാൽ പറ്റത്തില്ല. 3-ാമത്തെ പുസ്തകം തുറക്കുമ്പോൾ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്നുള്ള വിളിക്ക് യോഗ്യരായി തീരുവാൻ നമുക്കൊരുമിച്ച് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടൊരു കൂട്ടായ്മ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ വായാണ് സംസാരിച്ചത്. അടിയൻ്റെ നാവ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇരുവായ്ത്തലയുള്ള വാളാണ് ഞങ്ങൾക്ക് അയച്ചു തന്നത്. അതേ പ്രസംഗിച്ച് അവൻ കൊള്ളരുതാത്ത തീരുമാനമല്ല കർത്താവേ. ഞങ്ങൾ പോകുന്ന ദേശത്തുനിന്ന് ചിലതിനെ പിടിച്ചങ്ങയുടെ കരങ്ങളിൽ കൽപ്പിച്ച് ചെയ്ത അയോഗ്യദാസീദാസന്മാരായി തീരുവാൻ ഈ പട്ടണത്തിൻ്റെ അവൻ നെറുകയിൽ ഈ സഭയെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഓടി നടന്ന് ചിലതിനെ നേടാൻ സക്കറിയ പ്രവചനത്തിലൂടെ പറഞ്ഞതുപോലെ 10 പേരെ അവൻ കൂട്ടുപെരുത്തി ഈ ചർച്ചിനെ അങ്ങ് വളർത്തുവാൻ തക്കവണ്ണം ഞങ്ങൾ ഒരുമിച്ച് നിന്ന് വീര്യം പ്രവർത്തിക്കട്ടെ കർത്താവേ. അങ്ങ് അത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. അതങ്ങനെ സംഭവിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ആമേൻ. ഞങ്ങളുടെ മിനിസ്ട്രി ആമേൻ കേട്ടല്ലോ. ഏത് സമയത്തും കൊച്ചു കുഞ്ഞുങ്ങളുടെ മൊബൈൽ, ഇൻ്റർനെറ്റ് അഡിക്ഷൻ, ഹാബിറ്റ് ഡിസോർഡർ, മദ്യം, മയക്കുമരുന്ന്, തെറ്റായ ജീവിതം നയിക്കുന്നവർ, ഇങ്ങനെയുള്ള ബ്രോക്കൺ ഫാമിലീസ്, ഇവർക്കെല്ലാം ഡോക്ടേഴ്സ് തന്നെ കൗൺസിലിംഗ് എടുക്കുന്നുണ്ട്. അത് കൊച്ചി ഡിവിഷൻ്റെ ഉത്തരവാദിത്തമാണ് ജേക്കബ് ചായന്. അതുപോലെ തന്നെ വർഗീസ് ചായൻ്റെ നമ്പർ ഇവിടെ പാസിന് കൊടുത്തിട്ടുണ്ട്. ഏത് സമയത്തും ഞങ്ങളുമായി ബന്ധപ്പെടാം. നമുക്ക് ഒരുമിച്ച് ദൈവദാസന്മാർ അരുൺ പാസ്റ്ററും ദേവദാസിക്ക് അനുവദിക്കുകയാണെങ്കിൽ അവരുടെ അനുവാദത്തോടുകൂടെ
ഓപ്പൺ എയർ മീറ്റിങ്ങിനൊക്കെയുള്ള അവസരമുണ്ട്. എനിക്കിങ്ങനൊരു ചർച്ചിൽ വരാൻ അവസരമായി തന്ന ഞങ്ങളുടെ പൊതുജീവൻ ഡി അഡിക്ഷൻസ് കൊച്ചി ഡിവിഷൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന ജേക്കബ് ബ്രദറിനോടും അരുൺ പാസ്റ്ററും എല്ലാത്തിലുപരി ഞങ്ങളുടെ മാത്യൂസ് പാസ്റ്ററിനോടും ദൈവദാസിയോടുള്ള നന്ദി കരേറ്റുന്നു. നിങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങളുടെ മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സങ്കീർത്തനം. ആമേൻ. സ്തോത്രം. ശത്രുക്കൾ കാങ്ക ഞാൻ നിനക്ക് വിരുന്നൊരുക്കും. എന്നെ എന്ന് പടിയടച്ച് വിണ്ണം വെച്ചോ അതേ ദിവസം അച്ഛൻ്റെ ആണ്ടുബലി എൻ്റെ വീട്ടിൽ നടക്കുമ്പോൾ ഞങ്ങൾ വാഹനത്തിൽ ചെന്നു. ഞാൻ പറഞ്ഞു ഇവരെല്ലാം BJP-ക്കാരാണ്, നമുക്ക് തിരിച്ചേടാ മുൻപടയായി പിൻപടയായി പോകണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ വന്നത്. 2 എണ്ണം തരുവാണെങ്കിൽ ഞാൻ ആദ്യം കൊണ്ടോളാം. പക്ഷെ തൊടിയിപ്പിച്ചില്ല. തലമുടി നാരെ തൊടണമെങ്കിൽ സ്വർഗം അനുഭവിക്കണം. ആമേൻ. എൻ്റെ അമ്മ നായന്മാരിൽ തന്നെ ഈ വകഭേദമുണ്ട്. മേനോൻ, നമ്പ്യാർ, പണിക്കര്, അങ്ങനെ മാരാന്മാര്. 8 വീട്ടിൽ പിള്ളമാരാണെങ്കിലേ കെട്ടിക്കത്തുള്ളൂ. ഒരു വഹയും ചോദിച്ചില്ല, വായടച്ചു ദൈവം. ആമേൻ. ആ പെൺകുട്ടിയോട് ഇവൻ്റെ കാര്യമെല്ലാം പറഞ്ഞു. ഈ വീടൊന്നും കണ്ടോണ്ട് ഇവന് കല്യാണം ആലോചിക്കുക സർവ്വതും പറഞ്ഞു. എന്നിട്ടും ഇനി ആ പെൺകുട്ടി ഇവനെ കെട്ടാൻ തയ്യാറാണോ? അതെ, താ ഫോൺ നമ്പര്. എൻ്റെ അമ്മ അന്ന് ആദ്യമായിട്ട് ജീവിതത്തിൽ പുറത്തുനിന്നൊരു ഭക്ഷണം കഴിക്കുന്നത് എൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന്. എൻ്റെ ഭാര്യ, ഞാൻ ജാതി പറയല്ല, കാർപ്പൻ്റർ സമുദായത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. നോക്കിക്കേ, ഈ 8 വീട്ടിൽ പിള്ള കൊച്ചമ്മ വന്ന് അവിടുന്ന് ഉണ്ണിപ്പിക്കണേൽ എൻ്റെ ദൈവം എത്ര വലിയവൻ. ഹല്ലേലൂയ. 19 ദിവസം കൊണ്ട് ആലപ്പുഴ നടുവിലപ്പറമ്പ് കുടുംബത്തിൽ നടന്ന വിവാഹത്തിനേക്കാൾ കേമമായി തിരുവനന്തപുരം പേരുക്കട അഖിലം ഓഡിറ്റോറിയത്തിൽ വെച്ച് പാസ്റ്റർ ലാസർ വി മാത്യു പാസ്റ്ററിന്റെ കരം സ്വർഗം ഉപയോഗിച്ച് ഒരു വിശുദ്ധ വിവാഹം എനിക്ക് നടത്തി. ആമേൻ. ആരുമില്ലാതെ നടന്നവനൊരു തുണ. ഇന്നും ഞങ്ങൾ 2 പേരും, മക്കളില്ല ഞങ്ങൾക്ക് മക്കളെ, ഒരുപാട് ആത്മീയ മക്കൾ ഇതുപോലുണ്ട്. റോബിനെ പോലെ പാസ്റ്റർമാർ 5-8 പാസ്റ്റർമാരുണ്ട്. ആമേൻ. ഡൽഹിയിൽ 85 പേരുടെ ധ്യാനം നടത്തി. 4 പേര് ഇന്ന് പാസ്റ്റർമാരാ. പോരെ മച്ചിയായ വിളി. സന്തോഷിച്ചോളാം. ഞങ്ങൾക്ക് മക്കളുണ്ട്. ഞങ്ങൾക്ക് എൻ്റെ കാര്യം ഞാൻ പറയുന്നത്, മറ്റുള്ള കാര്യമില്ല. വേലയ്ക്ക് പോകാനൊക്കത്തില്ല. 2009 ഈ വർഗീസ് ബ്രദറുമായിട്ട് കാത്തലിക് ചർച്ച് വെച്ച് പരിചയപ്പെടുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഈ ക്യാമ്പിൻ്റെ തുടക്കക്കാരനായി ഇവിടുന്ന് കലവും ചട്ടിയും എല്ലാം പെറുക്കി വയനാട് കൊണ്ടുവന്ന് ധ്യാനകേന്ദ്രം തുടങ്ങി. ഇതാ ഇന്ന് ചിന്നക്കനാലിലേക്ക് പോകാൻ മകനെ ഉപയോഗിച്ച് ഞങ്ങൾ വാഹനവുമായി വന്നിരിക്കും. വേണോ ഈ ദൈവത്തെ? ഒരു സ്റ്റെപ്പ് വെക്കുവാൻ നിങ്ങളുടെ വിളിയാലുള്ള ആശ ഒന്ന് വായിച്ചാൽ മതി. എഫെസ്യർ ലേഖനം ആമേൻ 1-ാം അധ്യായം അതിൻ്റെ 15 മുതൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആമേൻ. എഫെസ്യർ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 15 മുതലുള്ള വാക്യം. ആ 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 ആ. പൗലോസിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. കൃപാവരത്തിൻ്റെ ആ വലിയ ബഹുത്വം ഉണ്ടായിട്ട് ഈ സഭ ഭിക്ഷാടകരെ പോലെ അലഞ്ഞുകൊണ്ടിരിക്കുക. സദൃശവാക്യം 19-ാം അധ്യായത്തിൻ്റെ 17 പറയുന്നു, എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു, അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കും. ഹല്ലേലൂയ. കർത്താവിനെ പ്രസാദിപ്പിക്കാൻ വേറൊരു വഴിയുമില്ല. നമ്മുടെ പോക്കറ്റിലെ കനത്തിലല്ല. എളിയവരെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. ഏറ്റവും എളിയ സഹോദരങ്ങൾക്കൊരുവന് നിങ്ങൾ ചെയ്ത് 6-7 വ്യഭിചാരികളായ സഹോദരിമാർ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ താമസിച്ചിട്ടുണ്ട്. സമൂഹം ഒരുപാട്. പക്ഷെ ഇന്ന് ആലപ്പുഴയിൽ പോലീസുകാർ വിമുക്തിയുടെ കൂടെ നടന്ന് യേശുവിൻ്റെ സാക്ഷ്യം പറയാൻ വല്ലവർക്കും പറ്റുമോ മക്കളെ? നിങ്ങളില്ല ആ സഹോദരനും എൻ്റെ സാധാ മൊബൈൽ, ആ മൊബൈലിൽ നോക്കിക്കോണം. എക്സൈസ് കമ്മീഷണറെ നിർത്തിക്കൊണ്ട സ്കൂളുകളിൽ യേശുവിനെ പ്രസന്റ് ചെയ്യുന്നത്. ആമേൻ. ഋഷിരാജ് സിംഗ് സാറ് കമ്മീഷണറായിരുന്നപ്പോൾ 27-ാമത്തെ വാർഷികത്തിന്
27 പേരെ ആദരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് 17 കോടി രൂപ ഒരു മാസം എക്സൈസ് വകുപ്പ് ചെലവാക്കുന്നുണ്ട്. ഇതിന്റെ ജേക്കബ് ഉണ്ടായിരുന്നു ബോധവൽക്കരണത്തിന്. ഒരെണ്ണത്തിനെ നിർത്താൻ പറ്റിയിട്ടില്ല. അന്ന് പുതുജീവന് കിട്ടിയ ഈ അഫിലേഷൻ. ഞങ്ങൾ ഒരു ഗ്രാൻറ്റും മേടിക്കത്തില്ല. മേടിച്ചാൽ സെക്കുലറായിട്ട് യേശുവിനെ കൊടുക്കണം. റോബിനും ഞാനും പച്ചയായ സാക്ഷ്യം പറയും. സാക്ഷ്യത്തെ ഖണ്ഡിക്കാൻ ഒരുത്തരും പറ്റത്തില്ല. അവൻ ന്യായാധിപതി ചോദിച്ചു, നീ എന്നെയും ക്രിസ്ത്യാനിയാക്കുവാൻ പോകുന്നു? അതെ, നീ മാത്രമല്ല, ഈ ചങ്ങല ഒഴികെ എൻ്റെ പ്രസംഗം കേൾക്കുന്ന എല്ലാവരും ക്രിസ്ത്യാനിയാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഹല്ലേലൂയ. അവൻ്റെ വിളിയാലുള്ള ആശ സഭ തിരിച്ചറിയണം. നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ആമേൻ. യേശുവിനെ ഉയർപ്പിച്ച ആത്മാവാണ് നമ്മൾ അതേ പറഞ്ഞത്. ആമേൻ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവൃത്തി ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുത്ത് പോകുന്നത് കൊണ്ട് അതിൽ വലിയവ നിങ്ങൾ ചെയ്യും. സഹോദരിമാരെ പ്ലീസ്, സഹോദരന്മാരെ, അങ്കിളുമാരെ, അച്ചായമാരെ, ആമേൻ, ഒന്നിറങ്ങാം. ആമേൻ. സത്യമായിട്ടും ഈ സഭയിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജോലിയിലോ ബിസിനസ്സോ ഹൗസ് വൈഫോ എക്സോർ വൈ എവിടെയും ആകട്ടെ, അവിടെ തന്നെ കൊയ്ത്തിനായി നിലങ്ങൾ വിളഞ്ഞിരിക്കുകയാണ്. കണ്ണുകൾ അടച്ചാട്ടെ. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചാട്ടെ. കേട്ട വചനപ്രകാരം ഇന്ന് ഞാനൊരു പുത്തൻ അനുഭവത്തിലേക്ക്, ഒരു തീരുമാനത്തിലേക്ക് വരികയാണ്. എന്നെ കൊണ്ടാകുന്ന സഭയിലെ സാക്ഷ്യം ഇവിടെ ഇല്ലാത്തതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സാക്ഷ്യമെന്ന് പറഞ്ഞാൽ 1 വീക്ക് ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച ആ പ്രവർത്തനത്തിൻ്റെ റിസൾട്ട് ഷെയർ ചെയ്യുന്നതാണ് ടെസ്റ്റ് മണി. ആമേൻ. ഇന്ന് മുതൽ ഇപ്പോൾ മുതൽ ഞാൻ ആയിരിക്കുന്ന ദേശത്ത്, ആയിരിക്കുന്ന ഓഫീസിൽ, ആയിരിക്കുന്ന ബിസിനസ് സ്ഥാപനത്തിൽ, എൻ്റെ ഭവനത്തിൻ്റെ അടുത്ത് ഇവനെ ഉയർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവന് വേണ്ടി ജീവിക്കുവാൻ, മുൻപിലുള്ള പരമവിളിയുടെ ലാക്കിലേക്കോടി ഓട്ടം തികയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ളവരൊന്ന് കരങ്ങൾ ഉയർത്തിയാട്ടെ. ഞാൻ ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് എഴുന്നേച്ചാട്ടെ. ഉന്നതി വെടിഞ്ഞവനെ, മണ്ണിൽ താണു വന്നവനെ, ഉന്നതി വെടിഞ്ഞവനെ, മണ്ണിൽ താണു വന്നവനെ, എനിക്കായിട്ടല്ലയോ ക്രൂശിന്മേൽ ജീവനെ തന്നത്, എനിക്കായിട്ടല്ലയോ ക്രൂശിന്മേൽ ജീവനെ തന്നത്. കാൽവരി യാഗ സമയത്തും ഒരാത്മാവിനെയും കൊണ്ടുപോയ ആത്മാവാണ് നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുത്തു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന്. സ്മരണയുടെ പുസ്തകത്തിൽ ഡെയിലി നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ജീവന്റെ പുസ്തകത്തിലൊന്നും പേരെഴുതിയാൽ പറ്റത്തില്ല. 3-ാമത്തെ പുസ്തകം തുറക്കുമ്പോൾ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്നുള്ള വിളിക്ക് യോഗ്യരായി തീരുവാൻ നമുക്കൊരുമിച്ച് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടൊരു കൂട്ടായ്മ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ വായാണ് സംസാരിച്ചത്. അടിയൻ്റെ നാവ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇരുവായ്ത്തലയുള്ള വാളാണ് ഞങ്ങൾക്ക് അയച്ചു തന്നത്. അതേ പ്രസംഗിച്ച് അവൻ കൊള്ളരുതാത്ത തീരുവാനല്ല കർത്താവേ. ഞങ്ങൾ പോകുന്ന ദേശത്തുനിന്ന് ചിലതിനെ പിടിച്ചങ്ങയുടെ കരങ്ങളിൽ കൽപ്പിച്ച് ചെയ്ത അയോഗ്യദാസീദാസന്മാരായി തീരുവാൻ ഈ പട്ടണത്തിൻ്റെ അവൻ നെറുകയിൽ ഈ സഭയെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഓടി നടന്ന് ചിലതിനെ നേടാൻ സക്കറിയ പ്രവചനത്തിലൂടെ പറഞ്ഞതുപോലെ 10 പേരെ അവൻ കൂട്ടുപെരുത്തി ഈ ചർച്ചിനെ അങ്ങ് വളർത്തുവാൻ തക്കവണ്ണം ഞങ്ങൾ ഒരുമിച്ച് നിന്ന് വീര്യം പ്രവർത്തിക്കട്ടെ കർത്താവേ. അങ്ങ് അത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. അതങ്ങനെ സംഭവിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.
എല്ലാവർക്കും ഇരിക്കാം. ആമേൻ. ഞങ്ങളുടെ മിനിസ്ട്രി കേട്ടല്ലോ, ഏത് സമയത്തും കൊച്ചു കുഞ്ഞുങ്ങളുടെ മൊബൈൽ, ഇൻ്റർനെറ്റ് അഡിക്ഷൻ, ഹാബിറ്റ് ഡിസോർഡർ, മദ്യം, മയക്കുമരുന്ന്, തെറ്റായ ജീവിതം നയിക്കുന്നവർ, ഇങ്ങനെയുള്ള ബ്രോക്കൺ ഫാമിലീസ്, ഇവർക്കെല്ലാം ഡോക്ടേഴ്സ് തന്നെ കൗൺസിലിംഗ് എടുക്കുന്നുണ്ട്. അത് കൊച്ചി ഡിവിഷൻ്റെ ഉത്തരവാദിത്തമാണ് ജേക്കബ് ചായന്. അതുപോലെ തന്നെ വർഗീസ് ചായൻ്റെ നമ്പർ ഇവിടെ പാസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. ഏത് സമയത്തും ഞങ്ങളുമായി ബന്ധപ്പെടാം. നമുക്ക് ഒരുമിച്ച് ദൈവദാസന്മാർ അരുൺ പാസ്റ്ററും ദേവദാസിക്ക് അനുവദിക്കുകയാണെങ്കിൽ അവരുടെ അനുവാദത്തോടുകൂടെ ഓപ്പൺ എയർ മീറ്റിങ്ങിനൊക്കെയുള്ള അവസരമുണ്ട്. എനിക്കിങ്ങനൊരു ചർച്ചിൽ വരാൻ അവസരം തന്ന ഞങ്ങളുടെ പൊതുജീവൻ ഡി അഡിക്ഷൻസ് കൊച്ചി ഡിവിഷൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന ജേക്കബ് ബ്രണ്ണോടും അരുൺ പാസ്റ്ററും എല്ലാത്തിലുപരി ഞങ്ങളുടെ മാത്യൂസ് പാസ്റ്ററിനോടും ദേവദാസിയോടുള്ള നന്ദി കരയേറ്റുന്നു. ഞങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങളുടെ മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.